നമസ്കാരം. വൈക്കം സത്യാഗ്രഹത്തിന് ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന ഘട്ടത്തിൽ ജാതി പോയോ എന്നൊരു ചോദ്യമാണ് ഉന്നയിക്കുന്നത് എങ്കിലും വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ജാതി ഉന്മൂലനം ആയിരുന്നേയില്ല വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളതാണ് ആദ്യമായി മനസ്സിലാക്കേണ്ടതെന്ന് തോന്നുന്നു. ഒരുപാട് വായനകൾ നടന്നിട്ടുണ്ട്, പ്രതിവായനകൾ നടന്നിട്ടുണ്ട്, അപവായനകൾ നടന്നിട്ടുണ്ട് വൈക്കം സത്യാഗ്രഹത്തെപ്പറ്റി. തിരിഞ്ഞു നോക്കുമ്പോൾ കൗതുകം തോന്നിപ്പിക്കുന്ന ഒരു കാര്യം, എത്ര വേഗത്തിലാണ് നമ്മൾ ഓർക്കേണ്ട പലതും മറന്നുപോയതും മറക്കേണ്ട പലതും ഓർത്തു പോകുന്നതും എന്നാണ്. ഞാൻ ആദ്യം പോകുന്നത് ശ്രീ ഇ രാജനിലേക്കാണ്. വൈക്കം സത്യാഗ്രഹം അതിൻ്റെ ഒരു ചരിത്ര രചന നിർവഹിച്ച ആളുകളിൽ ഒരാൾ എന്ന നിലയ്ക്ക് കാണുമ്പോൾ എത്രത്തോളം കേരളത്തിൻ്റെ സമൂഹത്തെ അത് നിർമ്മിച്ചെടുത്തു, ശരിയായും തെറ്റായും? വൈക്കം സത്യാഗ്രഹം നിങ്ങൾക്കറിയാവുന്നതുപോലെ 1924 മാർച്ച് 30 തുടങ്ങിയ കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി നടന്ന അയിത്തോച്ചാടനത്തിൻ്റെ ഭാഗമായി നടന്ന ജനകീയ സമരമാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കേരളത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹ സമരം എന്നു മാത്രമല്ല, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ആദ്യമായി നടന്ന സത്യാഗ്രഹ സമരം വൈക്കത്താണ് നടന്നത്. ഈ സമരത്തിൽ വിവിധങ്ങളായ വിഷയങ്ങൾ അതിൽ അന്തർലീനമായിരുന്നു. അതൊരു പൗരസ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ സമരമായിരുന്നു എന്ന് പറയാം. അതുപോലെ തന്നെ ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്ക് എതിരെ നടന്ന സമരമാണ് എന്ന് പറയാം. അതുപോലെ തന്നെ അവർണരുടെ വഴി നടക്കലിന് വേണ്ടി നടത്തിയ സമരമാണ് എന്നൊക്കെ പറയാം. ഇതിൽ ഈ സമരം തുടങ്ങി അവസാനിക്കുന്ന 1924 മാർച്ച് 30 തുടങ്ങി 1925 സെപ്റ്റംബർ 24 ഇത് പര്യവസാനിക്കുന്നതിനിടയിൽ 604 ദിവസമാണ് കടന്നുപോയത്. ഇതിൽ തുടക്കത്തിൽ ഇതിനു വേണ്ടി വലിയ ഒരു കൂട്ടലുകൾ, ഇതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ ഇത് കേരളത്തിൽ നടന്ന ബ്രാഹ്മണ്യത്തിനെതിരെ നടന്ന സമരമായിരുന്നു. അതെല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ ഇതിനിടയിൽ ഈ സമരത്ത് ബ്രാഹ്മണ്യത്തിനെതിരായിരുന്നു എന്ന് പറയാൻ കാരണം, അതിൽ നായർ സമുദായത്തിന് നേതൃത്വം കൊടുത്ത NSSഉം SNDPയും അതുപോലെ തന്നെ ഒരു വലിയ പരിധിവരെ ഇവിടുത്തെ ദളിത ജനവിഭാഗങ്ങളും ഈ സമരത്തിൽ പങ്കെടുത്തിരുന്നു. ഇതിൽ കേരളത്തിൽ നിന്ന് മാത്രമല്ല, ദക്ഷിണ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും, പ്രത്യേകിച്ച് EV രാമസ്വാമി നായ്ക്കർ, ഗൗണ്ട മുത്തു, അതുപോലെ ശ്രീ രാജഗോപാലാചാരി, അങ്ങനെ പലരും ഈ സമരത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇവിടെ ചില പ്രത്യേക സംഭവവികാസങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ സമരത്തിൽ ആദ്യം 3 പേരാണ് ഈ മാർച്ച് 30
സമരം ചെയ്ത് അറസ്റ്റ് വരിക്കുന്നത്. അതിൽ കുഞ്ഞാപ്പി എന്ന ഒരു പുലയ യുവാവുണ്ടായിരുന്നു, ബാഹുലയൻ എന്ന ഒരു ഈഴവ യുവാവുണ്ടായിരുന്നു, ഗോവിന്ദ പണിക്കർ എന്ന് പറയുന്ന ഒരു നായർ. ഈ 3 പേരാണ് ആദ്യം സമരം നടത്തി അറസ്റ്റ് വരിക്കുന്നത്. അതിനെ തുടർന്ന് ഒരാഴ്ച കഴിയുന്നതോടു കൂടിയിട്ടാണ് KP കേശവമേനോനും അതിന് വലിയ നേതൃത്വം കൊടുത്ത TK മാധവനും അറസ്റ്റ് വരിക്കുന്നത്. ആ സമരത്തിന് ശേഷം തുടർന്ന് ബാരിസ്റ്റർ ജോർജ് ജോസഫ്, PW സെബാസ്റ്റ്യൻ, അങ്ങനെ പലരും അറസ്റ്റ് വരിച്ചതോടുകൂടി സമരം മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം സംജാതമായി. അപ്പോഴാണ് EV രാമസ്വാമി നായ്ക്കർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഈ സമരം ഏറ്റെടുക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നത്. ഈ സാഹചര്യത്തിൽ ഗാന്ധിജി നടത്തുന്ന ഒരു വലിയ ഒരു ഇടപെടലുണ്ട്. ഗാന്ധിജി പറഞ്ഞത് ജോർജ് ജോസഫിനെ പോലെയുള്ള അഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ ഈ സമരത്തിൽ പങ്കെടുക്കേണ്ടതില്ല. അറസ്റ്റ് വരിച്ചിട്ടുണ്ടെങ്കിൽ അത് മാപ്പ് പറഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങണം എന്നാണ് ഗാന്ധിജി ആവശ്യപ്പെട്ടത്. എന്നാൽ അതിന് ജോർജ് ജോസഫ് ഗാന്ധിജിയുടെ ഒരു വലിയ അനുയായിയായിരുന്നു. അദ്ദേഹത്തിന് യങ് ഇന്ത്യ നടത്തിയ പത്രാധിപരായിരുന്നു. ഈ സബർമതി ആശ്രമത്തിൽ ദീർഘകാലം അനുയായിയായിട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ്. പക്ഷേ ജോർജ് ജോസഫ് അതിന് തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞത് വൈക്കത്തെ മതിലിനോട് ചേർന്നുള്ള വഴിയിലൂടെ അവർണർക്ക് നടക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് പൗരാവകാശത്തിൻ്റെ പ്രശ്നമാണ്. വക്കീലെ, ആ പൗരാവകാശത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ആദ്യഘട്ടത്തിൽ മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് ആ വിഷയങ്ങളിലേക്ക് കടക്കാം എന്നുള്ളത് കൊണ്ട്. ശ്രീ ഹരികുമാറിനോടാണ്. 75-ാം വാർഷികം, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 75-ാം വാർഷികം നടക്കുമ്പോൾ അന്ന് താങ്കളായിരുന്നു അവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ. വൈക്കം സത്യാഗ്രഹ സ്മാരകം എന്ന വിധത്തിൽ അത് ഒരു യാഥാർത്ഥ്യമാക്കിയതും താങ്കളാണ്. പക്ഷേ എന്നെ കൗതുകം തോന്നിച്ചിട്ടുള്ളൊരു കാര്യം, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഘട്ടത്തിൽ പാണാവള്ളി കൃഷ്ണൻ വൈദ്യൻ എഴുതിയൊരു ഗാനമുണ്ട്. അന്ന് അവിടെ പാടിയ പാട്ടുകളിലൊന്നാണ് നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ എന്നതിൻ്റെ ഒരു രീതിയിൽ, അതേ ശൈലിയിൽ നരനായി ഇങ്ങനെ ജനിച്ചു കേരളക്കരയിൽ തീണ്ടുള്ള മണ്ണിൽ ഞാൻ എന്ന വിധത്തിൽ അദ്ദേഹം ഈ നരകത്തിൽ നിന്ന് കരകയറ്റണേ എന്നുള്ളൊരു പ്രാർത്ഥനയായി പാടുമ്പോൾ അത് അദ്ദേഹം പാടുന്നുണ്ട്. അത് ആ ദിവസങ്ങളിൽ ഏറ്റുപാടുന്നുമുണ്ട്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട മറ്റൊരു പുസ്തകം താങ്കൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് 10 പതിപ്പുകളോളം അതിന് വന്നിട്ടുമുണ്ട് എന്നുള്ളതാണ്. ഈ വൈക്കം സത്യാഗ്രഹം പെട്ടെന്ന് വൈക്കത്ത് പൊട്ടിമുളച്ച ഒന്നേയല്ല. TK മാധവൻ എന്ന് പറയുന്ന ഒരു വളരെ ശക്തനായ, ഒരുപക്ഷെ സ്ഥിരോത്സാഹത്തിൻ്റെ അങ്ങേയറ്റം സ്ഥിരോത്സാഹിയായ ഒരു നേതാവ് ഉരുവപ്പെടുത്തിയ ഒന്നാണ്. അതിനു മുൻപ് റഷ്യൻ വിപ്ലവം നടന്ന അതേ വർഷം സമാനമായ മറ്റൊരു അയിത്തത്തിനെതിരായ ഒരു പ്രതികരണം ആദ്യമായി കേരളത്തിലുണ്ടാകുന്നത്. ആദ്യമായി എന്നത് ഒരുപക്ഷെ എൻ്റെ പരിമിതമായ അറിവിലായിരിക്കാം. ഞാൻ വായിച്ചിടത്തോളം എന്ന് പറയുന്നത് കണ്ണാടി പ്രതിഷ്ഠയ്ക്ക് അതിന് മുമ്പ് ഉണ്ട് എന്ന് എനിക്ക് അറിയുകയും ചെയ്യാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ അവിടെ ഒരു ജാതി ബോർഡ് ഉണ്ടായിരുന്നു, ഈ വഴിയിലൂടെ നടക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്. അന്ന് കോൺഗ്രസുമായി ബന്ധപ്പെട്ട അന്നത്തെ നേതാക്കൾ മഞ്ചേരി രാമയ്യരുണ്ട്, KP കേശവമേനോനുണ്ട്, മിതവാദി C കൃഷ്ണൻ ഉണ്ട്, K മാധവൻ നായർ. ഈ 4 പേരും ഒന്നിച്ചു പോയി ആ ബോർഡ് വലിച്ചെറിയുകയും ആ നിരത്തിലൂടെ നടക്കുകയും ചെയ്തു. അതിൽ നിന്നും വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ആദ്യം തിരുനെൽവേലിയിലും പിന്നീട് കാക്കിനരയിലും വെച്ച് TK മാധവൻ ഗാന്ധിജിയുമായും കോൺഗ്രസ് നേതാക്കളുമായും സംഭാഷണം നടത്തുന്നുണ്ട്. ആ വർഷങ്ങളിൽ എങ്ങനെയാണ് വൈക്കം ഒരു സത്യാഗ്രഹ സ്ഥലമായി വന്നത്? എങ്ങനെയാണ് ആ സത്യാഗ്രഹത്തിന് വൈക്കം ഒരു വേദിയായത്? ഈ പറഞ്ഞത് ശരിയാണ്. അന്ന് കേരളം നിലവിൽ ഉണ്ടായിരുന്നില്ലല്ലോ. 3ആയി കീറിക്കിടന്നിരുന്ന പ്രദേശങ്ങളായിരുന്നു പിന്നീട് കേരളമായിട്ട് മാറിയത്. അതിൽ തിരുവിതാംകൂറിൽ എല്ലാ
പ്രദേശങ്ങളിലും നിലനിന്നിരുന്ന ഒരു സാമൂഹ്യ അസമത്വം തന്നെയായിരുന്നു വൈക്കത്തും ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളെ, വൈക്കത്തൊരു മഹാക്ഷേത്രം ഉണ്ട്. ആ ക്ഷേത്രം ഉണ്ടായിരുന്നതുകൊണ്ട് അതിൻ്റെ ചുറ്റുവട്ടത്ത് ഇങ്ങനെ വളരെ പ്രാകൃതമായ ഒരു സാമൂഹ്യ രീതി നിലനിന്നിരുന്നു. പക്ഷെ അത് പൊതുസമൂഹത്തിലുണ്ടായിരുന്നത് തന്നെയാണ്. വൈക്കം സത്യാഗ്രഹം വൈക്കത്ത് ആലോചിക്കുന്നതിനെല്ലാം മുമ്പ് ഹരിപ്പാട് നടത്തണം എന്നായിരുന്നു ആദ്യം ആലോചിച്ചിരുന്നത് എന്നാണ് മനസ്സിലായിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നീട് കോൺഗ്രസ് കൂടെ തീരുമാനിച്ചിട്ടാണ് വൈക്കം അതിനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അത് തിരഞ്ഞെടുക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് വൈക്കത്തും ഇതുപോലെ തന്നെ അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ 4 ചുറ്റുവട്ടത്തുമുള്ള വഴികളിൽ ഇതേപോലെ ഈഴവർ, പുലയർ തുടങ്ങിയ ജാതിയിൽപ്പെട്ട ആളുകൾ ഈ വഴി സഞ്ചരിച്ചുകൂടാ എന്ന് ഒരു പലകയിൽ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു എല്ലായിടത്തും. അതാണ് പിൽക്കാലത്ത് കുപ്രസിദ്ധി ആർജിച്ച തീണ്ടൽ പലക. അതൊരു ബോർഡാണ് തീണ്ടൽ പലക എന്ന് പറയുന്നത്. അപ്പോൾ ആ തീണ്ടൽ പലക തന്നെ അവിടുത്തെ നിലവിലുണ്ടായിരുന്ന സ്ഥിതിവിശേഷം തെളിയിക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു പരിതസ്ഥിതിയെല്ലാം നിലനിന്ന സന്ദർഭത്തിലും പിന്നെ ഈ ടി കെ മാധവൻ ശ്രീനാരായണ ഗുരുവുമായി വൈക്കത്തെ കിഴക്കേ നടയിലുള്ള വഴിയിൽ കൂടെ സഞ്ചരിച്ച് പോകുന്നത് വഴി അദ്ദേഹത്തെ സവർണർ തടഞ്ഞു. സവർണരെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരൊന്നുമില്ല, ഇന്നത്തെ പോലെ അങ്ങനത്തെ 1-2 പേര് കൂടി തടഞ്ഞു എന്നുള്ളതാണ്. അതൊക്കെ അങ്ങേർക്ക് വലിയ, ഇപ്പോൾ മുമ്പ് പറഞ്ഞതാണ് ടി കെ മാധവൻ, അദ്ദേഹത്തിന് വലിയ വിഷമവും ഇതെല്ലാം ഉണ്ടായി. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയല്ല. അന്നത്തെ വ്യവസ്ഥയാണ് അത്, അന്നത്തെ ഒരു അധികാര ഘടനയുടെ രീതിയാണ് അതെല്ലാം. അങ്ങനെയായിരുന്നു. ഏത് സംവിധാനങ്ങൾ അധികാരത്തിൻ്റെ നിൽക്കുമ്പോഴും അതിൻ്റെ അടിത്തട്ടിലുള്ള സാമ്പത്തിക ഘടനാ രീതി എല്ലാം അന്ന് അങ്ങനെ തന്നെയായിരുന്നു. അതിൻ്റെ കൂടെ ഫലമായിട്ടാണ്. എന്തായാലും അദ്ദേഹം വളരെ വിഷണ്ണനായി ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ സർദാർ കെ എം പണിക്കരെ അദ്ദേഹം പോയി കണ്ടു. സർദാർ കെ എം പണിക്കർ അന്ന് വലിയ രാജ്യതന്ത്രജ്ഞനും പ്രമാണിയും എല്ലാമായിരുന്നു. പക്ഷേ ആ കാലത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഉൽപ്പതിഷ്ണുവായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഏതായാലും അദ്ദേഹത്തെ പോയി കണ്ടപ്പോഴാണ് അദ്ദേഹമാണ് ടി കെ മാധവനോട് പറയുന്നത് ഗാന്ധിജിയെ പോയി കാണുക എന്ന് പറഞ്ഞു. അങ്ങനെയാണ് തിരുനെൽവേലിയിൽ ഗാന്ധിജി വരുന്നു എന്ന് കണ്ട് അദ്ദേഹം അവിടെ പോയി കണ്ട് ഗാന്ധിജിയോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ഇത് കോൺഗ്രസിനോട് പറയാം എന്നാണ് ഗാന്ധിജി പറയുകയും തുടർന്ന് അതിനുള്ള ഒരുക്കങ്ങൾ നടന്ന് പോകുന്നത് വഴിയാണ് ഈ സമരം ഇവിടെ ആരംഭിക്കുന്നത്. അങ്ങനെയാണ്, അതാണ് സമരത്തിൻ്റെ ആരംഭത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. ശ്രീ സണ്ണിയം കപ്പിക്കാട്, എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ണാടി പ്രതിഷ്ഠയുടെ ഒരു കാര്യത്തിൽ പൗരോഹിത്യത്തിനെതിരായ അതിൻ്റെ അടിവേരെറുക്കുന്ന വിധത്തിൽ ഞാൻ ഈഴവ ശിവനെയാണ് സ്ഥാപിച്ചത് എന്ന് ശ്രീനാരായണ ഗുരു പറയുന്നത് 888 അതിനുശേഷമുള്ള പതിറ്റാണ്ടുകളിൽ SNDP യോഗം വരുന്നു. കേരളത്തിൽ വിവിധ തരത്തിൽ അക്കാലത്തെ കീഴാള സമൂഹങ്ങൾ എന്ന് അവഗണിക്കപ്പെട്ട സമൂഹങ്ങളിൽ നിന്നെല്ലാം അതിശക്തമായി അയ്യങ്കാളിയാകട്ടെ, തുടർന്ന് 905-ലും 906-ലും 907-ലുമൊക്കെ നിരവധി സഭകൾ, സംഘടനകൾ രൂപപ്പെട്ടു. NSS ഉണ്ടായത് പിന്നത്തെ പതിറ്റാണ്ടിലാണ്, 914-ലോ മറ്റോ ആണ് തോന്നുന്നു. എന്തായാലും ഈ ഒരു തുടർച്ചയിൽ നിന്ന് വൈക്കം സത്യാഗ്രഹം, നേരത്തെ നമ്മൾ പറഞ്ഞു, എനിക്ക് പെരിയോർ വളരെ കൃത്യമായി തന്നെ അത് പറയുന്നുണ്ട്. അമ്പലത്തിൽ കയറാനുള്ള സമരമല്ല ഞങ്ങൾ നടത്തുന്നത്, ഞങ്ങൾ നടക്കുന്നത് എല്ലാവർക്കും വഴി നടക്കാനുള്ള സമരമാണ്. ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് പണി തീർത്ത പൊതുവഴിയിലൂടെ നടക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് എന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ടാണ് പെരിയോർ നടത്തിയത്. ആ സമരത്തിനുടനീളം അദ്ദേഹം പിന്നീട് ഉണ്ടാവുകയും ചെയ്തു. അദ്ദേഹം പിന്നീട് ചരിത്രത്തിൽ കോൺഗ്രസിൽ നിന്ന് തെറ്റിപ്പിരിയുന്നതും അതിനൊരു കാരണവും ഇതൊക്കെ ആയിട്ടുണ്ട്. കണ്ണാടി പ്രതിഷ്ഠ എത്രത്തോളം പൗരോഹിത്യത്തിനെതിരായിരുന്ന കലാപമായിരുന്നു, വൈക്കം സത്യാഗ്രഹം അതിന് സമാനമായ വിധത്തിൽ കേരളത്തിലെ ജാതി വ്യവസ്ഥതയോടുള്ള കലാപമായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തെ സംബന്ധിച്ച് ആധികാരികമായൊരു പുസ്തകം എഴുതിയ ആളാണ് എൻ്റെ നാട്ടുകാരൻ കൂടിയായ PK ഹരികുമാർ. വൈക്കം സത്യാഗ്രഹം
ചരിത്രരേഖകളിലൂടെ എന്ന നിലക്ക് അതിൻ്റെ ആധികാരിക വസ്തുതകൾ പുറത്തു കൊണ്ടുവന്നതാണ്. വൈക്കം സത്യാഗ്രഹത്തെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു നൂറ്റാണ്ട് മുമ്പ് നടന്നൊരു കാര്യത്തെയാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അത് വളരെ പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്നു. വൈക്കം സത്യാഗ്രഹം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഒരു ശൂന്യതയിൽ നിന്ന് വന്നതല്ല. വൈക്കം എന്ന പ്രദേശം പോലും ശൂന്യമായൊരു സ്ഥലമല്ല. അതിനും ഒരു നൂറ്റാണ്ടിന് മുൻപ് അവിടെ ദളവാക്കുളം സംഭവം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാകുന്നുണ്ട്. അതായത് ഈഴവ യുവാക്കൾ വൈക്കം ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ ബലം പ്രയോഗിച്ച് ശ്രമിച്ചപ്പോൾ അവരെ വെട്ടിക്കൊന്ന് കുഴിച്ചു മൂടിയൊരു സ്ഥലത്താണ് ഇന്ന് വൈക്കത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പ്രധാന ബസ് സ്റ്റാൻഡ് ഉള്ളത്, ദളവാക്കുളം ബസ് സ്റ്റാൻഡ്. ആ കുളത്തിനകത്താണ് ആ ജഡം മുഴുവൻ ഇട്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഈ കലാപങ്ങളുടെ അവകാശവാദങ്ങളുടെ വലിയൊരു ചരിത്രം ഉണ്ട് വൈക്കത്തിൽ. മഹാത്മാ അയ്യൻകാളി അവിടെ വന്നു പോയിട്ടുണ്ട്, ശ്രീനാരായണ ഗുരു വന്നു പോയിട്ടുണ്ട്, പണ്ഡിറ്റ് കറുപ്പൻ വന്നു പോയിട്ടുണ്ട്. അങ്ങനെ നിരവധി ആൾക്കാർ, മന്നത്ത് പത്മനാഭനെ പോലെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ വന്നു പോയിട്ടുണ്ട്. നിരവധി ആൾക്കാർ അവിടെ വന്നു പോയി. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഈ 100-ാം വർഷം നമ്മൾ ആലോചിക്കുമ്പോഴുള്ളൊരു പ്രശ്നം ഇത് ജാതി പോയോ എന്നതാണല്ലോ ക്വസ്റ്റ്യൻ ആൾക്കാരോട്. എന്തായാലും ഇത്രയും സത്യാഗ്രഹം നടത്തിയല്ലോ, ജാതി പോയോ, എന്താ കണക്കെടുപ്പ് നടത്തണ്ടേ എന്നാണ് ചോദ്യത്തിൻ്റെ ഒരു വ്യംഗ്യം. ഇതിനകത്ത് നമ്മളതിനകത്ത് ശ്രദ്ധിക്കേണ്ട, വൈക്കം സത്യാഗ്രഹം 100 വർഷം മുൻപ് നടക്കുമ്പോൾ കാസ്റ്റിനെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് എന്നതാണ് പരിശോധിക്കേണ്ട കാര്യം. ഗാന്ധി വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവ്. അദ്ദേഹം ജാതിയെ എങ്ങനെയാണ് മനസ്സിലാക്കിയിരുന്നത്? ജാതി അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനോ ബാക്കിയുള്ളവർ നല്ലവരാണെന്ന് പറയാനോ അല്ല. പെരിയോർ എങ്ങനെയാണത് മനസ്സിലാക്കിയത്? ഈ മനസ്സിലാക്കലിൻ്റെ അടിസ്ഥാനത്തിലാണ് സമരം മുന്നോട്ട് പോകുന്നതും റിസൾട്ട് ഉണ്ടാക്കുന്നത്. ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം കാസ്റ്റ് ഒരു നല്ല കാര്യമായിട്ടാണ് 20കളിൽ ഗാന്ധി മനസ്സിലാക്കിയിരുന്നത്. അതായത് നമ്മുടെ തൊഴിൽ പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്ന ഒരു നല്ല കാര്യം. അച്ഛൻ്റെ തൊഴിൽ മകനെടുക്കുന്നു, മകൻ്റെ തൊഴിൽ മകൻ്റെ മകനെടുക്കുന്നു, അങ്ങനെ തൊഴിൽ പ്രാവീണ്യം ഉണ്ടാകും. കാസ്റ്റ് നല്ലതാണ്. വർണ്ണാശ്രമധർമ്മം അതിനേക്കാൾ നല്ലതാണ്. ഇതിൻ്റെ ഒരേ ഒരു പുഴുക്കുത്ത് അൺടച്ചബിലിറ്റിയാണ്. അത് മാറ്റിയാൽ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതായിരുന്നു ഗാന്ധിയുടെ ഒരു നിലപാട്. പെരിയോർ പക്ഷേ ഈ വിഷയത്തെ സമീപിച്ചത് ഒരു പൗരാവകാശ പ്രശ്നമായിട്ടാണ് വീക്ഷിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം വഴി നടക്കാനുള്ള അവകാശം, പട്ടിക്കും പന്നിക്കും നടക്കാവുന്ന വഴിയിലൂടെ മനുഷ്യർക്ക് നടക്കണം, ഇതാണ് അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ്. പൗരാവകാശ പ്രശ്നമായിട്ടാണ് അവരതിനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൽ നടന്നു വന്ന നവോത്ഥാന പരിശ്രമങ്ങളിൽ അതാണ് ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ. അദ്ദേഹം സ്പെസിഫിക്കായിട്ട് ചോദിച്ചൊരു ചോദ്യം അതാണ്. ഞാൻ പറയുന്നൊരു കാര്യം, കാസ്റ്റിനെ അന്ന് ഒരു ഒപ്രസീവ് മെഷറായി മാത്രം മനസ്സിലാക്കിയവരാണ് അന്ന് സമരത്തിൽ ഏർപ്പെട്ടത്. കാസ്റ്റ് എന്ന് പറയുന്നത് ഒപ്രസീവ് മെഷർ മാത്രമല്ല എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം. കാസ്റ്റ് എന്നത് അടിച്ചമർത്തൽ രൂപം മാത്രമല്ല, അത് സമൂഹത്തെ വിഭജിക്കുകയും ആ വിഭജനം പെർമനൻ്റ് ആണെന്ന് പ്രഖ്യാപിക്കുകയും അത് ദൈവികമാണെന്ന് കരുതുകയും അതിന് അനുകൂലമായ ഒരു നോളജ് സിസ്റ്റവും ഒരു എത്തിക്കൽ സിസ്റ്റവും പ്രവർത്തിക്കുന്ന സാമൂഹിക വ്യവസ്ഥയാണ് ജാതിയെന്ന് ഇപ്പോൾ നമുക്കറിയാം. അന്ന് അവർക്കത് അറിയില്ലായിരുന്നു. നമ്മൾ തുറന്ന് സമ്മതിക്കേണ്ട കാര്യമാണ്. അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ആ പാവങ്ങൾ വിചാരിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അയിത്തമില്ലാതായാൽ ജാതിക്ക് കുഴപ്പമില്ലെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് അയിത്തത്തിനെതിരായ പ്രക്ഷോഭമായിട്ടാണ് അത് യഥാർത്ഥത്തിൽ നടന്നത്. പക്ഷേ അയിത്തമില്ലെങ്കിൽ ജാതി തന്നെ ഇല്ല. ജാതി നിലനിൽക്കുക തന്നെ അന്യജാതി കുശുമ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. എല്ലാ ജാതിയും, അത് താഴ്ന്ന ജാതിയല്ല, മുകളിലത്തെ ജാതിയും താഴ്ന്ന ജാതിയൊക്കെ അന്യജാതിയോട് കുശുമ്പും ദുരയുമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട മനോവ്യാപാരങ്ങളിൽ ഒന്ന്. അപ്പോൾ ഈ മനോവ്യാപാരത്തെ മാറ്റി വെച്ച് പിന്നെ കാസ്റ്റില്ല. അപ്പോൾ അൺടച്ചബിലിറ്റി മാത്രമാണ് കാസ്റ്റ് എന്ന് കണ്ടതുകൊണ്ട് അൺടച്ചബിലിറ്റിക്കെതിരായ വലിയ പ്രക്ഷോഭമാണ് യഥാർത്ഥത്തിൽ വൈക്കത്ത് നടന്നത്. അതുകൊണ്ട് അനീലേഷൻ ഓഫ് കാസ്റ്റ് വാസ് നോട്ട് ആൻ അജണ്ട ഇൻ വൈക്കം സത്യാഗ്രഹ. അതാണ് അതിൻ്റെ കാര്യം. ജാതിയെ ഇല്ലാതാക്കുക അതിൻ്റെ അജണ്ട ആയിരുന്നില്ല. അങ്ങനെ അജണ്ട അവിടെ പ്രവർത്തിച്ചിട്ടില്ല. നാളിതുവരെയുള്ള ഒരെഴുത്തിലും, ബഹുമാന്യനായ ഹരികുമാർ സമാഹരിച്ച ഒരെഴുത്തിലും നമുക്ക് അനീലേഷൻ ഓഫ് കാസ്റ്റ് എന്നൊരു വാക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇല്ല, അങ്ങനെ അല്ല അതിനെ സമീപിച്ചത്. ഇതാണ് ഈ കാര്യം. അപ്പോൾ ജാതി പോയോ എന്ന് ചോദിക്കരുത്. ഏറ്റവും അവസാനത്തെ വലിയ സമ്മേളനത്തിൽ കേളപ്പൻ പറഞ്ഞൊരു വാക്കുണ്ട്. നമ്മൾ ജാതിയെ വളരെ കഷ്ടപ്പെട്ട് ഓടിച്ച് അമ്പലത്തിനകത്ത് കയറ്റിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്നാ പറഞ്ഞത്? അമ്പലത്തിൽ നിന്ന് അത് വളർന്നു വളർന്ന് വൈക്കം മുഴുവൻ ഇപ്പോൾ വ്യാപിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് കാസ്റ്റിനെ നമ്മൾ അനിഹിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സംഗതിയെ
വൈക്കം സത്യാഗ്രഹത്തിലൊരു അജണ്ട ആയിരുന്നില്ല എന്ന് കാണും. ഒരു കാര്യം പറയുന്നുണ്ട്. ഒരു കാര്യം ഇതാണ്, വൈക്കത്തല്ല, കേരളത്തിൽ വളരെ വലിയ നവോത്ഥാന പരിശ്രമങ്ങൾ നടന്നിരുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിഷ്ഠ, മഹാത്മാ അയ്യൻകാളിയുടെ നേതൃത്വത്തിൽ നടന്ന വില്ലുവണ്ടി സമരം, അങ്ങനെ വളരെ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു. ഈ പ്രദേശത്തൊക്കെ വഴിയിലൂടെ ജനങ്ങൾ ബലമായി കയറി നടന്ന് 30 കൊല്ലം കഴിയുമ്പോഴാണ് വഴി നടക്കാൻ സത്യാഗ്രഹം വൈക്കം നടക്കുന്നത് ഓർക്കണം. വൈക്കം വളരെ പുറകിലായിരുന്നു തിരുവിതാംകൂറിലെ സമരത്തിൻ്റെ കാര്യത്തിൽ. ഇവിടെ തിരുവനന്തപുരം നഗരത്തിനകത്ത് ഈ ദലിത് ജനവിഭാഗം വഴി കയറി നടന്നിട്ട് 30ാമത്തെ കൊല്ലമാണ് അവിടെ സമരം തുടങ്ങുന്നത്. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, കോൺഗ്രസിൻ്റെ പിന്തുണയോടെ അല്ല, കോൺഗ്രസ്സാണ് അതിന് നേതൃത്വം കൊടുത്തത്. അവിടെ കോൺഗ്രസിൻ്റെ സംഘം വരുമ്പോൾ ദളിതരുടെ ഒരു സമ്മേളനം നടക്കുന്നു. അവരെ വിളിച്ചിട്ട് പറയതേ, നമ്മൾ നേരിട്ടങ്ങ് പ്രവേശിച്ചാൽ ശരിയാവില്ല, അതുകൊണ്ട് ഗാന്ധിയുടെ പിന്തുണ, കോൺഗ്രസിൻ്റെ പിന്തുണ, AICCയുടെ പിന്തുണ, നമുക്ക് വലിയ സമരം നടത്താമെന്ന് പറഞ്ഞ് ആണ് ഇത് സത്യാഗ്രഹ സമരമായി മാറുന്നത്. പക്ഷേ ഇതിനകത്ത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം അന്നത്തെ കാലത്ത് തുടങ്ങണമെങ്കിൽ മിനിമം ഈ കീഴാളരുടെ അവകാശത്തെ കേന്ദ്ര പ്രമേയമാക്കുന്ന ഇടപെടലല്ലാത്ത ഒരിടപെടലും സാധ്യമല്ലായിരുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് രാജ്യത്തിൻ്റെ ഒരു സ്ഥലത്തുമില്ലാത്തൊരു അജണ്ട കേരളത്തിലെ തിരുവിതാംകൂറിലെ കോൺഗ്രസ്സിന് വൈക്കം സത്യാഗ്രഹത്തിലൂടെ ഉണ്ടായതെന്ന് നമ്മൾ മനസ്സിലാക്കും. അതല്ല, ഇത് കോൺഗ്രസിൻ്റെ ഉദാരതയായിട്ട് നമ്മളിതിനെ കാണണ്ട. ഇവിടെ അത് പറഞ്ഞില്ലേ മാറ്റി നിർത്തും, നീ ഒന്നും പറയണ്ടെന്ന് പറയുമായിരുന്നു. അത്രമേൽ ജനം മുന്നോട്ട് പോയി കഴിഞ്ഞിരുന്നു. ശരിയാണ്. ആ ഒരു ഘട്ടത്തിൽ അതിനു മുൻപേ തന്നെ ഞാൻ അതാണ് പറഞ്ഞത്, കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ വർഷങ്ങളിൽ തന്നെ വളരെ ശക്തമായി കേരളത്തിലെ ജനസമൂഹങ്ങൾ ഉണർന്നു വരുന്നതിന് നമ്മൾ സാക്ഷിയായിട്ടുണ്ട്. മാതൃഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഇത് 1923 മാതൃഭൂമി ആരംഭിക്കുന്നത്. മാതൃഭൂമി ഒരു സ്ഥാപനം എന്ന വിധത്തിൽ അതിശക്തമായി ഒരു സമരത്തെ പരിപൂർണമായി ഏറ്റെടുത്തതും ഒപ്പം നിന്നതും വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടാണ്. KP കേശവമേനോൻ സ്ഥാപക പത്രാധിപർ അവിടെ വൈക്കത്തെത്തുന്നു. അതിലും മുൻപ് തന്നെ ആ തിരുവിതാംകൂറിലൂടെ യാത്ര നടത്തുന്നുണ്ട്. കോൺഗ്രസ് ഡെപ്യൂട്ടേഷൻ കമ്മിറ്റിയുടെ യാത്ര പോകുന്നുണ്ട്. ആ യാത്രയിൽ എല്ലായിടത്തും അതിശക്തമായി സമ്മേളനങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയിലാണ് അന്നുണ്ടായിരുന്ന കേളപ്പൻ നായരായി കോഴിക്കോട്ട് നിന്ന് പോന്ന അദ്ദേഹം ഇവിടുത്തെ ജാതി വ്യവസ്ഥയും ഓരോ സമ്മേളനങ്ങളിലും ജനങ്ങളോട് ഇടപഴകിയും ചെന്നിട്ട് ആദ്യം പറഞ്ഞത്, ഇനി എൻ്റെ പേരിൽ നായരില്ല എന്നാണ്. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അത്തരം ഒരു ചരിത്രം കൂടി പറയുമ്പോൾ എനിക്ക് വക്കീലിനോട് ചോദിക്കാനുള്ളത്, സ്വാഭാവികമായും ഈ ചരിത്രത്തിൽ ഇപ്പം സണ്ണി M കപ്പിക്കാട് പറഞ്ഞു, ഗാന്ധിജിയുടെ ഇടപെടലുകളെ പറ്റി പറഞ്ഞു. ഗാന്ധിജി ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഓരോ നിമിഷവും ഇവോൾവ് ചെയ്തിട്ടുള്ളൊരു മനുഷ്യനാണ്. 1920കളുടെ നിലപാടായിരുന്നില്ല അദ്ദേഹത്തിന് 40കളിൽ. സ്വയം ഓർഗാനിക്കായി പരിണമിച്ചൊരു നേതാവായി കൂടി ഞാൻ കാണുന്നുണ്ട്. വിയോജിപ്പ് തീർച്ചയായും ഉണ്ടാവാം, ഞാൻ അംഗീകരിക്കുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ ഗാന്ധിജിയുടെ ഇടപെടൽ വരുന്നു എന്ന് പറയുമ്പോൾ ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ നടത്തിയ സംഭാഷണങ്ങളായിരിക്കും ഒരുപക്ഷെ കൂടുതൽ ഗാന്ധിജിക്ക് ക്ലാരിറ്റി നൽകിയിട്ടുള്ളത് ശ്രീനാരായണ ഗുരുവാണ് എന്ന് എനിക്ക് തോന്നുന്നു. വക്കീൽ എങ്ങനെ കാണുന്നു? ഈ വൈക്കം സമര പ്രക്ഷോഭങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഗാന്ധിജി 1925 മാർച്ച് മാസത്തിലാണ് വൈക്കത്ത് വരുന്നതും ഒരാഴ്ച നടന്ന പര്യടനത്തിനിടയിൽ ശ്രീനാരായണ ഗുരുവുമായിട്ട് സംഭാഷണം നടത്തുന്നതും. ഈ സംഭാഷണത്തിൽ അവർ കൃത്യമായി ജാതിയെക്കുറിച്ച് തന്നെ, ഇതെത്രമാത്രം ജാതീയമായ ഉച്ചനീചത്വങ്ങൾ ഇല്ലാതാക്കാനായിട്ട് ഇത് ഉപകാരപ്രദമാകും, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ചില കാര്യങ്ങളിൽ, സമരത്തിൻ്റെ ചില കാര്യങ്ങളെ സംബന്ധിച്ച് ശ്രീനാരായണ ഗുരുവിന് വ്യക്തമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഒരു അഭിമുഖ സംഭാഷണത്തിൽ ഗാന്ധിജി പറയുക ചെയ്തു, ഈ ഈഴവരിതുപോലെ ആളുകളൊക്കെ തന്നെ എന്തിനാണ് ഈ പോലീസ് കെട്ടിയ ബാരിക്കേഡിന് ഇപ്പുറത്ത് എന്നും നിന്ന് വെയിൽ കൊണ്ട് ബുദ്ധിമുട്ടുന്നത്? അവർക്ക് ബാരിക്കേഡ് ചാടിക്കടന്ന് അമ്പലത്തിനകത്ത് പ്രവേശിച്ചുകൂടെ എന്നുപോലും ശ്രീനാരായണ ഗുരു അഭിമുഖ സംഭാഷണത്തിൽ പറഞ്ഞിരുന്നു. അതിനെ തുടർന്ന് ശ്രീനാരായണ ഗുരുവിനും
ഗാന്ധിജിക്കും ഇക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമാണ് എന്നും പറയുകയുണ്ടായി. പിന്നീട് ഈ വിഷയം ഇവർ തമ്മിലുള്ള സംഭാഷണത്തിൽ വരുമ്പോൾ ശ്രീനാരായണ ഗുരു പറയുന്നത് ഗാന്ധിജിയുടെ ഈ അഹിംസാ സിദ്ധാന്തങ്ങളും ഇപ്പോൾ നടക്കുന്ന സത്യാഗ്രഹത്തിൻ്റെ സമരമുറകളിലും താൻ തൃപ്തനാണ് എന്ന് ശ്രീനാരായണ ഗുരു മാറ്റി പറയുന്നുമുണ്ട്. എന്തായാലും ശ്രീനാരായണ ഗുരു ഈ വൈക്കത്ത് വന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ആശ്രമമാണ് ഈ സമര സത്യാഗ്രഹികൾക്ക് അവരുടെ സമരപ്പന്തലായി വിട്ടുകൊടുക്കുന്നത്. അതുമാത്രമല്ല, അദ്ദേഹം അക്കാലത്ത് അവിടെ വന്ന് 1000 രൂപ സംഭാവന ചെയ്തു. അതുമാത്രമല്ല, SNDP മൂവ്മെൻറ്റിന് ആകമാനം പ്രചോദനം നൽകുന്നതും അവസാനം വരെ സമരത്തിൽ അടിയുറച്ച് നിൽക്കാൻ പ്രേരിപ്പിച്ചതും ശ്രീനാരായണ ഗുരുവിൻ്റെ സാന്നിധ്യവും ഈ സമരത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ അനുഭാവവും, അതുമാത്രമല്ല അതിനുവേണ്ടി ഉടനീളം പ്രവർത്തിച്ച ഇപ്പോൾ TK മാധവൻ മാത്രമല്ല, അതിൻ്റെ CV കുഞ്ഞിരാമൻ, അതുപോലെ തന്നെ ആലമ്മൂട് ചാനാർ, ഇവരൊക്കെ തന്നെ ഈ സമരത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ നിരന്തരം അവരെ പോരാടിയിരുന്നു എന്ന് മാത്രവുമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ഈഴവർക്ക് അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതായിരുന്നു: ഈ വഴിയിലൂടെ പട്ടിക്ക് നടക്കാം, പൂച്ചയ്ക്ക് നടക്കാം. ഇന്നലെ വരെ ദളിതനായിരുന്ന ആളുകൾ അവർ മതം മാറി ക്രിസ്ത്യാനിയോ മുസൽമാനോ ആവുകയാണെങ്കിൽ അവർക്കും ഈ വഴി നടക്കാം. അതിൽ സവർണർക്കോ ആർക്കും ഒരു പ്രതിഷേധവുമില്ല. പക്ഷേ അവർ ആ ജാതിയിൽ നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ട് അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നൽകിക്കൂടാ എന്നുള്ളതായിരുന്നു ഈ സമരത്തിൽ ഈഴവരും അതുപോലെ തന്നെ താഴെ ഉള്ള ജനവിഭാഗങ്ങളും ജാതി മതസ്ഥരും ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. ഇതിൽ ഒരു കാര്യവും കൂടി ഇതിൽ ചേർത്ത് പറയേണ്ടതുണ്ട്. ഈ സമരത്തിന് നേതൃത്വം നൽകിയ KP കേശവമേനെ പോലെയും അതുപോലെ സവർണരായ ഒരുപാട് പേര് ഇതിൽ സമരത്തിലുണ്ടായിരുന്നു. കുറൂർ നീലകണ്ഠ നമ്പൂതിരിപ്പാടുണ്ടായിരുന്നു, TR കൃഷ്ണസ്വാമി ഉണ്ടായിരുന്നു, അങ്ങനെ അനവധി പേരുണ്ടായിരുന്നു. NSSും അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഇതിനു മുൻപ് കൊല്ലത്ത് നടന്ന ഒരു വലിയ നായർ ഈഴവ ലഹള എന്ന് പറയുന്നൊരു മഹാസംഭവത്തെക്കുറിച്ച് C കേശവൻ പറയുന്നുണ്ട്. ആ സംഭവത്തിന് ശേഷം ആദ്യമായിട്ട് എന്ന് തന്നെ പറയാം, ഒരു വലിയ രീതിയിൽ ഒരു നായർ ഈഴവ സമ്മേളനം നടന്നത് വൈക്കത്ത് വെച്ചിട്ടാണ്. അതുമാത്രമല്ല, ഗാന്ധിജി വരുന്ന ഒരു സന്ദർഭത്തിൽ ഈഴവരും വൈക്കത്തെ പുലയരും ഒന്ന് ചേർന്നുകൊണ്ടുള്ള ഒരു വലിയ ഒരു സമര ഐക്യവും ആ സന്ദർഭത്തിൽ ഉണ്ടായി വരികയുണ്ടായിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ആ വിധത്തിലുള്ള യോജിപ്പുകൾ ഉണ്ടായി. അങ്ങനെ അനവധി യോജിപ്പുകൾ ഈ സമരത്തിനിടയിൽ ഉണ്ടായി എന്നതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ എനിക്ക് ഹരികുമാർ എന്നോട് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇത്തരത്തിലുള്ള സമരം എന്നൊക്കെ പറയുമ്പോൾ ജാതി ആ സമരത്തെ അടിച്ചമർത്താൻ നടത്തിയ പരിശ്രമങ്ങളിൽ പോലും, ആ സമരത്തെ അടിച്ചമർത്താൻ നടത്തിയ പരിശ്രമങ്ങളിൽ പോലും ജാതി എത്രത്തോളം സൂക്ഷ്മമായി പ്രവർത്തിച്ചു എന്നുള്ളത് നമുക്കവിടെ കാണാൻ പറ്റും. കാരണം രാമനിളയതിൻ്റെ കണ്ണിൽ ചുണ്ണാമ്പ് തെറ്റ് കാഴ്ച പോകുന്നു. അതേസമയം തന്നെ ആമചാടി തേവൻ്റെ മുഖത്തേക്ക് ചുണ്ണാമ്പ് കലക്കി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ആ അക്രമത്തിൽ പോലും ജാതി, അയിത്തം, തുടരുതായ്മ, തീണ്ടൽ ഇതെല്ലാം അക്കാലത്ത് വളരെ സജീവമായിരുന്നു വൈക്കത്ത്. ആ സമരത്തിൻ്റെ തുടർച്ചകളിൽ, സമരത്തെ അടിച്ചമർത്തുന്നതിൽ പോലും ആ സൂക്ഷ്മത കാണിച്ചിട്ടുണ്ട്. ശരിക്കു പറഞ്ഞാൽ അതൊരു ജാതിവിരുദ്ധ സമരമായിരുന്നില്ല എന്നതാണ് യഥാർത്ഥത്തിൽ. പക്ഷേ അതൊരു രാഷ്ട്രീയ സമരമായിരുന്നു, പൗരാവകാശത്തിന് വേണ്ടിയുള്ള സമരമായിരുന്നു. ബ്രിട്ടീഷുകാരാണ് നമ്മുടെ രാജ്യം അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത്. ദേശീയ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയമാണ്. കേരളത്തിലും അതിന് വലിയ പങ്കാളിത്തമുണ്ട്. മഹാത്മാഗാന്ധി ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ നേതാവായി വരുന്ന കാലവുമാണ്. ഗാന്ധിജിയും അലി സഹോദരന്മാരും തോളോട് തോൾ ചേർന്ന് നിന്ന് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം
ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് ചേർന്ന് നിന്ന് വലിയ സമരം നടക്കുന്ന കാലമാണ് അത്. ആ പശ്ചാത്തലം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട കാര്യമാണ്. മഹാത്മാഗാന്ധിയുടെ ഈ സമരത്തിലെ പങ്കെന്ന് പറഞ്ഞാൽ ശരിക്ക് ആദ്യം മുതൽ അവസാനം വരെ അദ്ദേഹം നയിച്ചതാണെന്ന് ഒരു 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 വശം നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഗാന്ധിജി അങ്ങനെയായിരുന്നു. ഗാന്ധിജി ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് സമരം നയിക്കുകയോ ഒന്നും ചെയ്തിട്ടുള്ളതല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ നാനാ ദേശങ്ങളിൽ പല പ്രശ്നങ്ങളെ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങൾ നടത്തിയിട്ടുള്ള സമരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ ഇടപെട്ട് ദേശീയ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തോട് അദ്ദേഹം അതിനെ ചേർക്കുമായിരുന്നു. അങ്ങനെ വലിയ ടാക്റ്റിക്കൽ മൂവായിരുന്നു എപ്പോഴും ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൽ നടത്തിയത്. അദ്ദേഹം വൈക്കം സത്യാഗ്രഹത്തെയും അങ്ങനെ തന്നെ കണ്ടിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇത്രയും ദീർഘകാലം നടന്ന ഒരു സമരം വേറെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. EVRൻ്റെ പ്രസംഗം തന്നെ നോക്ക്. ഇത്ര കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് വന്ന വെള്ളക്കാർ ഈ 3.5 കോടിയോ ജനങ്ങളുള്ള അവർ വന്ന് ഈ 32 കോടി ജനങ്ങളുള്ള ഇന്ത്യക്കാരെ അടിച്ചമർത്തുന്നതിനെതിരായിട്ടുള്ള സമരമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം. കൂടാതെ ഈ സവർണരായിട്ടുള്ള ആളുകളും ഈ സമരത്തിന് വന്നത് എങ്ങനെയാണ്? കോൺഗ്രസിൻ്റെ തീരുമാനപ്രകാരമാണ്. കോൺഗ്രസ് എടുത്ത തീരുമാനം തന്നെയാണ്. മാതൃഭൂമിയും അങ്ങനെ തന്നെയാണ്. മാതൃഭൂമിക്ക് നല്ല പങ്ക് അതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ശരിയാണ്. ഞാൻ ഒരു ചെറിയ ഉദാഹരണം കൂടെ പറയാം. ഞാൻ ജനിച്ച നാട്ടിൽ കുഗ്രാമമാണ്. അവിടെ എൻ്റെ അയൽപക്കത്ത് ഒരു സത്യാഗ്രഹ സമരസേനാനി ഉണ്ടായിരുന്നു, മാധവൻ. ഈഴവനായിരുന്നു. ഈ താമ്രപത്രമൊക്കെ കിട്ടുന്ന സമയത്ത് വന്നപ്പോൾ, ഈ പെൻഷൻ കിട്ടുന്ന സമയം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ രേഖയില്ല. അദ്ദേഹം ജയിലിൽ കിടക്കുകയും എല്ലാം ചെയ്തതാണ്. അദ്ദേഹത്തിന് രേഖയില്ല. അപ്പോൾ ഞാനും അദ്ദേഹവും ഒരു ബ്രാഞ്ചായിരുന്നു, അങ്ങനെ കരുതിയാൽ മതി. എന്തും ആയിക്കോട്ടെ. എന്തായാലും പ്രായം ഉള്ളതാണ്. അപ്പോൾ എന്നോട് കൂടി ഞാൻ വിദ്യാർത്ഥിയായിരുന്ന സമയത്താണ് എന്നോടൊക്കെ സംസാരിച്ചിട്ട് അദ്ദേഹം മകനെയും കൂട്ടി, ആ മകൻ ഹെഡ് മാസ്റ്ററായിരുന്നു, കൂട്ടി KP കേശവനൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് കോഴിക്കോട് ചെന്ന് കഴിഞ്ഞപ്പോൾ അന്ന് അദ്ദേഹം അന്ധനാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞ് സാറേ എന്ന് വിളിച്ച് മാധവൻ വിളിച്ച് ഉടനെ തന്നെ മാധവനല്ലേടാ എന്നത് ചോദിച്ചു. പുള്ളിയുടെ കൂടെ ജയിലിൽ കിടന്നാ മാധവനല്ലേടാ എന്ന് ചോദിച്ച് എഴുതി കൊടുത്ത് എൻ്റെ കൂടെ ജയിലിൽ കിടന്നാണ്. അങ്ങനെയാണ് ഇത് കിട്ടുന്നത്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങളെയൊക്കെ നമ്മൾ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കിയാണ് കാര്യം ഇരിക്കുന്നത്. ഇതിനെയൊക്കെ സമകാലമാക്കുന്നുണ്ടോ ഇവരെല്ലാവരും? ആരായാലും ഞാൻ അത്രേ ചോദിക്കുന്നുള്ളൂ. അത് വേറൊരു കാര്യം. എന്തായാലും അതൊരു രാഷ്ട്രീയ സമരം എന്നുള്ള നിലയിൽ തന്നെയാണ് അതിനെ കാണുന്നത്. പിന്നെ ഒരു കാര്യം എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ആ കാലമാണ് ചരിത്രത്തിൻ്റെ അടിസ്ഥാനം കാലമാണ്. ആ കാലത്ത് ഉണ്ടായിരുന്ന ആ കാലയളവിലെ സമ്പ്രദായങ്ങൾക്കെതിരായി ഒരൊറ്റയടിക്ക് അതിനെല്ലാം നീക്കുക എന്ന് പറയുന്നൊന്നും നടക്കുന്ന കാര്യമായിട്ട് അന്നും ഇന്നും സാധിക്കില്ല. ഒത്തുതീർപ്പുകളുടെ അന്നത്തേക്കാൾ കേദാരമാണിപ്പം. അതൊക്കെ യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾ കാണണം. മഹാത്മാഗാന്ധി ഇതിനെ ഓരോ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വരവ് തന്നെ ഒരു ഗംഭീരമായിരുന്നു എന്നുള്ളതാണ്. ഈ ആമയാടിത്തേവൻ ഈ TK മാധവൻ്റെയും TK മാധവൻ്റെ ശിഷ്യനും ഗാന്ധിജിയുടെ അരുമ ശിഷ്യനുമായിരുന്നു. മനസ്സുകൊണ്ട് ആയിരുന്നു, കോൺഗ്രസ് ആയിരുന്നു. അന്ന് കോൺഗ്രസ് ആകുക എന്ന് പറയുന്നത് അഭിമാനമാണ്. ഗാന്ധിജി അവിടെ വരുമ്പോൾ TK മാധവൻ നേരെ വള്ളമൊക്കെ എടുത്തു പോയി അരൂരെന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി അദ്ദേഹത്തെ ചെറുവള്ളങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് കൂട്ടിക്കൊണ്ടുവരുന്നത് ഇങ്ങോട്ട്. ഗാന്ധിജി അന്ന് അവിടെ വന്ന് ഒന്നും സംസാരിച്ചില്ല. പിറ്റേ ദിവസമാണ് അദ്ദേഹം ഇണ്ടംതുരുത്തി അധികാരിയുടെ അടുത്തേക്ക് പോവുകയും സംവാദങ്ങളെല്ലാം നടത്തുകയും. അതൊരു വലിയ സംവാദമാണ്. അതും വളരെ രസകരമായ തർക്കങ്ങളാണ് അതിനകത്ത് ഉള്ളത്. നമ്മൾ ചിരിച്ചു പോവും. അങ്ങനെയുള്ള അതാണ് ചരിത്രത്തിൻ്റെ ഫലിതങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ അങ്ങനെ പറയാം. എന്തായാലും മഹാത്മാഗാന്ധി പിറ്റേ ദിവസം 20,000 പേരോടാണ് അന്ന് അവിടെ സംസാരിച്ചത് എന്നോർക്കണം. വൈക്കംകാർ നടത്തിയ സമരമൊന്നും അല്ല അത് നാനാ പ്രദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ നടത്തിയതാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. ഈ രാമനിളയതിൻ്റെ കണ്ണിൽ ചുണ്ണാമ്പെഴുതി അദ്ദേഹം അന്ധനായി എന്ന് പറയുന്നതിനകത്ത് അത്ര ശരിയില്ല. എന്നുവെച്ചാൽ അദ്ദേഹം അന്ധതയില്ലാതെ പിന്നെയും കുറേ കാലം അദ്ദേഹത്തിൻ്റെ ജീവിതം ദുരന്തപൂർണമായിരുന്നു.
അത് അങ്ങനെയുള്ള പഴയ ആളുകളുടെ എല്ലാം നമ്മൾ കാണുന്നത് അങ്ങനെയാണ് പലരെയും. എന്തായാലും വളരെ ദുരന്തപൂർണമായ ഒരു ജീവിതമായിരുന്നു. ഒരുപാട് സ്വത്തുക്കളുണ്ടായിരുന്നു. സ്വത്ത് വിറ്റ് പള്ളിക്കൂടം തുടങ്ങി അദ്ദേഹം അയ്യങ്കാളിയെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ആര് ചെയ്യും? അങ്ങനെയുള്ള അവസാനം ഭൂദാന പ്രസ്ഥാനത്തിൽ നിന്നും കിട്ടിയ സൗജന്യ ഭൂമി അദ്ദേഹത്തിന് ദാനമായി മേടിക്കേണ്ടി വന്ന്, അങ്ങനെയൊക്കെയുള്ള ദുരിതപൂർണമായ ഒരു ട്രാജഡി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ അമയാടിത്തേവൻ്റെയും ഈ കൊലഞ്ഞിലെന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഞങ്ങളുടെ നാട്ടിൽ, അതറിയാം, കൊലഞ്ഞില്. അതിനകത്ത് ഈ തേങ്ങയുടെ ഇതാണ്, അതിനകത്ത് ഇങ്ങനെ മുക്കി തെറിപ്പിക്കുകയായിരുന്നു അവരുടെ. വലിയ മർദ്ദനമാണ് ആ കാലയളവിലെല്ലാം അവിടെ നടന്നത് ഒക്കെ അറിയാം. ഇതൊക്കെ ഒരു പബ്ലിക് റോഡിൽ കൂടെയാണ്. പബ്ലിക് റോഡിന് തെളിവുണ്ടായിരുന്നു. അവിടെ വിളക്ക് കത്തിച്ചുകൊണ്ടിരുന്നത് മുനിസിപ്പാലിറ്റിയാണ്. കേരളത്തിലെ തിരുവിതാംകൂറിലെ ആദ്യത്തെ 5 മുനിസിപ്പാലിറ്റികളിൽ ഒന്നാണ് വൈക്കം. അവിടെ അതെ. അതുകൂടാതെ അവിടുത്തെ അതിൻ്റെ ചുറ്റുവട്ടത്ത് നിന്ന വൃക്ഷങ്ങളിലുണ്ടല്ലോ PWDയുടെ അച്ചുണ്ടായിരുന്നു. ആ നിലയിലെല്ലാം ഉള്ളതാണ്. പക്ഷേ മഹാത്മാഗാന്ധി ഒടുവിൽ വന്ന് സമരത്തെ ഒത്തുതീർപ്പാക്കുന്നതിന് തന്നെ വലിയ വിവാദങ്ങൾ നടന്നു. അദ്ദേഹം പറഞ്ഞെടുത്താണ് കാര്യം നടന്നത്. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ബാരിസ്റ്റർ ജോർജ് ജോസഫിനോട് മാറാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ജോർജ് ജോസഫായിരുന്നു അടുത്ത മറ്റവരൊക്കെ ജയിലിൽ പോയപ്പോൾ വരേണ്ടത്. മാറാൻ അദ്ദേഹം ആവശ്യപ്പെട്ടത് ആണ് ഗാന്ധിജിയെ വേറൊരു രീതിയിൽ വിലയിരുത്തുമ്പോൾ ഇതുപോലെ തന്ത്രം പ്രയോഗിച്ച ആൾ വേറെ ഇല്ലെന്ന് നമ്മൾക്ക് തോന്നിപ്പോവും. എന്നാന്ന് പറഞ്ഞാൽ അത് ഹിന്ദുക്കളുടെ സമരമാണ്. അതിനകത്ത് ഒരു അഹിന്ദു വന്നു കഴിഞ്ഞാൽ ആ സമരത്തിൻ്റെ ഗതി മാറാൻ ചാൻസ് ഉണ്ട്. ശത്രുവിനെ അത് കൂടുതൽ ശക്തിപ്പെടുത്തും. ഭക്ഷണം കൊടുക്കാൻ വന്ന സിഖുകാർ വന്ന് ഭക്ഷണം കൊടുത്ത് 2 കാര്യമാണ് ഗാന്ധിജി പറഞ്ഞ് ഈ ഭക്ഷണം കൊടുക്കൽ ഇനി ഇവിടെ നടക്കുകയില്ല. അങ്ങനെ തീർത്ത് പുള്ളി പറയുകയാണ് നടക്കുകയില്ല. അദ്ദേഹത്തിന് കാരണം ഉണ്ടായിരുന്നു. 2ആണ്. ഒന്ന്, ഇവരുടെ സഹനശക്തി പോവും, ഈ സമരം നടത്തുന്നവരുടെ ഇത് പോവും, സൗജന്യ ഭക്ഷണം എന്നുള്ള നില വന്നു കഴിഞ്ഞാൽ. മറ്റൊന്ന്, സിഖുകാർ ഹിന്ദുക്കളായിട്ടില്ല. കറക്റ്റായിട്ടാണ്. അതെല്ലാം സമരത്തെ എതിരായി എങ്ങനെ ബാധിക്കും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗാന്ധിജി. അതുപോലെ ഗുരുവിനോട് സംസാരിച്ചപ്പോഴും ഇത് തന്നെയാണ്. ഗുരു ഇത് പറഞ്ഞത് തന്നെയാണ്. വക്കീൽ പറഞ്ഞതുപോലെ ചാടിക്കടന്ന് നേരെ ക്ഷേത്രത്തിലേക്ക് കയറണമെന്ന് തന്നെയാണ്. ഗാന്ധിജി ഇപ്പോൾ ഗുരുവാണ് പറഞ്ഞതെന്ന് വിചാരിച്ച് ഗാന്ധിജി ഇത്തിരി മയം വിചാരിച്ചില്ല. അതാണ് ഗാന്ധിജി പറഞ്ഞ് TK മാധവനോടാണ് ഗുരു ഇത് പറയുന്നത്. മാധവൻ ഞെട്ടിപ്പോയി. കാരണം ഗുരുവിനെ TK മാധവൻ അറിയാം ഗാന്ധിജി ആരാണെന്നുള്ളതൊക്കെ അറിയാം. ഗുരുവിനോട് പറയാതിരിക്കാം, ഗാന്ധിജിയോട് ചോദിക്കാമെന്ന് പറഞ്ഞു. നടക്കില്ലെന്ന് പറഞ്ഞു. അത് നടക്കിയല്ലെന്ന് പറഞ്ഞു. തീർത്താണ് പറയണത്. ഗാന്ധിജിക്ക് വിട്ടുവീഴ്ചയില്ലല്ലോ പല കാര്യങ്ങളിലും. നടക്കിയാലെന്ന് മാത്രം പറഞ്ഞുകൊണ്ടും പുള്ളി അവസാനിപ്പിച്ചില്ല. അദ്ദേഹം യങ് ഇന്ത്യയിൽ ഒരു ലേഖനം എഴുതി ഈ പ്രവണതയ്ക്കെതിരായിട്ട്. അല്ല, ഗുരുവിനെതിരായിട്ടല്ല. ഈ പ്രവണത വളർന്നാൽ വരാൻ പോകുന്ന സമരത്തിൻ്റെ ഡീവിയേഷൻ എന്നുള്ളതിനെ സംബന്ധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാം ഉള്ള നിലയിലാണ് ഇന്ന ആളുകളെല്ലാം പങ്കെടുത്ത് വന്നതും മാതൃഭൂമിയുടെ പങ്കാളിത്തവും എല്ലാം. ശ്രീ സണ്ണി എം കപ്പിക്കാട്, ഞാൻ വളരെ പെട്ടെന്ന് വളരെ കൃത്യമായിട്ടുള്ള അപ്ഡേഷനുകളെ പറ്റി അദ്ദേഹം പറഞ്ഞതുകൊണ്ട് അതുതന്നെയാണ് ചോദിക്കുന്നത്. അപ്ഡേഷൻ നടക്കാതായത് എവിടെയൊക്കെയാണ് എന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷേ അതിനു മുൻപ് ഈ 5 കാര്യങ്ങളിലാണ് വളരെ കൗതുകരമാണ് ഇപ്പോൾ ആലോചിക്കുമ്പോൾ. സത്യാഗ്രഹി പാലിക്കേണ്ട 5 കാര്യങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് കൃത്യമായി എഴുതി വച്ചിട്ട് തുടങ്ങിയൊരു സത്യാഗ്രഹമാണത്. അതിൽ അഹിംസ, സത്യം, അസ്തേയം, അവ്യഭിചാരം, മദ്യനിഷേധം, ഇത്തരം 5 കാര്യങ്ങൾ കർശനമായി പറഞ്ഞുകൊണ്ടാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. അപ്ഡേഷൻ നടന്നില്ലെന്ന് മാത്രമല്ല, ഇന്ന് മലയാളി ഒന്നിക്കുന്നത് ഈ 5 കാര്യങ്ങളേ ഉള്ളൂ എന്ന് തോന്നുന്നു. അല്ല, ഇപ്പോൾ PK ഹരികുമാറോട് പറഞ്ഞത് ഗാന്ധിയുടെ ഇടപെടലുകളുടെ ഒരു സ്വഭാവത്തെക്കുറിച്ചിട്ടാണ്. സമരം ഡീവിയേറ്റ് ചെയ്യാതിരിക്കാനുള്ള ടാക്റ്റിക്കൽ ഇടപാടെന്നാണ് അദ്ദേഹം അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഞാൻ അതിനെ ഡിഫൈൻ ചെയ്യുന്ന അങ്ങനല്ല. ടാക്റ്റിക്കൽ എന്ന് നമുക്ക് പെട്ടെന്ന് തോന്നാം. ഗാന്ധി വൈക്കം സത്യാഗ്രഹത്തിൽ ഇടപെട്ടത് ഒരു സനാതന ഹിന്ദു എന്ന നിലക്കാണ്. അതാണ് അദ്ദേഹത്തെ പ്രതിസന്ധിയിലാക്കിയത്. ഈ ജോർജ് ജോസഫിനെ പോലെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ യങ് ഇന്ത്യയുടെ എഡിറ്ററായിരുന്നു. നാളെ മുതൽ വരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറയാൻ, ഇത് ഹിന്ദുക്കളുടെ ആഭ്യന്തര പ്രശ്നമാണ് എന്ന് പറയാൻ
വൈക്കത്ത് ഹരികുമാർ തന്നെ സൂചിപ്പിച്ച കാര്യമുണ്ട്. അത് ആദ്യത്തെ മുനിസിപ്പാലിറ്റികളിലൊന്നാണ്. അവിടെ വിളക്ക് വെക്കുന്നത് മുനിസിപ്പാലിറ്റിയാണ്. അവിടുത്തെ റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്ന മുഴുവൻ മരങ്ങളും PWയുടെ അച്ചുണ്ടായിരുന്നു. അച്ചൊരു ദിവസം രാത്രി മാറ്റാൻ വൈക്കക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതവിടെ ഉണ്ടായിരുന്നു. തെളിവെടുപ്പ് നടക്കുന്നു, അതുണ്ടായിരുന്നു. അങ്ങനെയുള്ള വഴി കൂടി നടക്കാൻ ഇണ്ടന്തുരുത്തി മനക്കാരുടെ അനുവാദത്തിൻ്റെ ആവശ്യമേ ഇല്ല. അത് അവരുടെ അനുവാദത്തോടുകൂടി നടക്കണമെന്ന് ഗാന്ധിയെ തോന്നിപ്പിച്ചത് അദ്ദേഹം ഒരു സനാതന ഹിന്ദുവാണ് എന്നതുകൊണ്ടായി. അതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഈ സനാതന ഹിന്ദുത്വത്തെ നേരത്തെ ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചു. അദ്ദേഹം പരിണമിച്ചിട്ടുണ്ടാകും. എന്തായാലും 24 പരിണമിച്ചില്ലായിരുന്നു, 48 പരിണമിച്ചിട്ടുണ്ടാവാം. 24 സനാതന ഹിന്ദു എന്ന നിലക്ക് തന്നെയാണ് ഇടപെട്ടത്. അതിൻ്റെ ഒരു വലിയ അഗാധമായൊരു പ്രതിസന്ധി ആ സമരത്ത്. അത് തുടക്കുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1000 രൂപ മാസാമാസം സത്യാഗ്രഹത്തിന് കൊടുക്കുമെന്ന് പറഞ്ഞു. ഗാന്ധി ഇടപെട്ടാണ് വേണ്ടെന്ന് പറഞ്ഞു. എന്തിനാണ് വേണ്ടെന്ന് പറഞ്ഞത്? തമിഴ്നാട്ടിൽ നിന്ന് EV രാമസ്വാമി നായ്ക്കയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് മനുഷ്യർ ഇങ്ങോട്ട് വരുമെന്ന്, നിങ്ങളാരും വരണ്ടെന്ന് പറഞ്ഞു. അത് അവിടെയുള്ളവർ തന്നെ തീരുമാനിച്ചോളും. പറയുന്നത് കേട്ടാൽ വലിയ ആദർശം തോന്നും. പക്ഷേ ഫലത്തിൽ ഈ സമരം ദുർബലപ്പെടാനുള്ള പല സാധ്യതകളുമാണ് ഗാന്ധിയിലൂടെ തുറന്നു വയ്ക്കപ്പെട്ടത്. ഇത് നമ്മൾ കർശനമായി കാണേണ്ട കാര്യം. ഇതിനകത്ത് ഞാൻ പറഞ്ഞ ഗാന്ധിയെ കുറ്റം പറയേണ്ട കാര്യം എനിക്കില്ല. നമ്മൾ തെറ്റിദ്ധരിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. വൈക്കം സത്യാഗ്രഹം ജാതി നിർമൂലനത്തിന് വേണ്ടി നടന്ന പ്രക്ഷോഭമാണ്, നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ അല്ല അതവിടെ നടന്നത്. മറിച്ച് ജാതീയമായ അടിച്ചമർത്തലിനെതിരെ സമരം നടന്നു. ആ സമരത്തിൽ അണിനിരന്നത് ഈഴവരും പുലയരടക്കമുള്ള ദലിത് ജനവിഭാഗങ്ങളും അണിനിരന്നു. നേതൃത്വം കൊടുത്തതാവട്ടെ കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടിയുള്ള സവർണ വിഭാഗങ്ങളിൽ നിന്നാണ് നേതൃത്വം അതിന് പൂർണ്ണമായി ഉണ്ടായിരുന്നത്. TK മാധവനെ പോലുള്ള ഈഴവരടക്കമുള്ളവർ നേതാക്കളുണ്ടായിരുന്നു. അപ്പോൾ ഈ നേതൃത്വത്തിൽ അവിടെ സംഭവിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, സവർണ വിഭാഗങ്ങളിൽ നിന്ന് ഉണർന്നു വന്നവരിൽ, ആ സമരത്തിലേക്ക് വന്നവരിൽ വളരെ വലിയ സാമൂഹികമായ പരിഷ്കരണം സാധിച്ചെടുക്കാൻ വൈക്കം സത്യാഗ്രഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് ഈ അയ്യങ്കാളിയെ വിളിക്കുന്നതിൻ്റെ ലോജിക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അയ്യങ്കാളെ വിളിക്കാമെന്ന് ഇളയതിന് തോന്നുന്നത് അയാളിൽ നടന്ന വലിയൊരു മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ വളരെ വലിയൊരു മാറ്റം സവർണ വിഭാഗങ്ങൾ ഉണ്ടാക്കിയൊരു സമരം കൂടിയായിരുന്നു അതെന്ന് നമ്മൾ കാണും. കേരളത്തിൻ്റെ വലിയൊരു പ്രശ്നം, എല്ലാ സമരവും ഈ ദളിതരെയും പിന്നോക്കക്കാരെയും രക്ഷിക്കാനാണെന്നൊരു അന്ധവിശ്വാസം മലയാളിക്കുണ്ട്. അങ്ങനെ അല്ല കേട്ടോ, അങ്ങനെയല്ല. നവോത്ഥാനം എന്നത് വഴി നടക്കാനും മാറുമറയ്ക്കാനും എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനല്ല. മലയാളി മാന്യമായി ജീവിക്കാൻ തുടങ്ങിയത് നവോത്ഥാനത്തിന് ശേഷമാണ്. അത് നായരായാലും നമ്പൂരിയായാലും പുലയനായാലും പറയനായാലും ഈഴവനായാലും ആരായാലും അവരെല്ലാം നല്ല ജീവിതം ഉണ്ടായത്, അന്തസ്സുള്ള ജീവിതം നവോത്ഥാനത്തിൽ. ഇന്ന് നമ്മൾ തുറന്ന് സമ്മതിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ പറയുന്നൊരു കാര്യം, ഈ വൈക്കം സത്യാഗ്രഹത്തെ സനാതന ഹിന്ദു എന്ന നിലയിൽ ഇടപെട്ടുകൊണ്ട് സിഖുകാരെ അവിടെ നിന്ന് പറഞ്ഞു വിടുക, അഹിന്ദുക്കളെ മുഴുവൻ വിലക്കുക, അവരോട് വരണ്ടെന്ന് പറയുക. അതിലൂടെ ഒരു പൗരാവകാശ പ്രസ്ഥാനം എന്നതിൻ്റെ മുഖം പെട്ടെന്ന് മാറുകയും ഹിന്ദുക്കളുടെ ആഭ്യന്തര പ്രശ്നമായി അത് ഡിഫൈൻ ചെയ്തെടുക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് നമ്മൾ ഒരു കാര്യം. എനിക്ക് ചോദ്യങ്ങൾ ഇവരിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൗതുകരമായിട്ട് എനിക്ക് തോന്നിയത്, ശ്രീനാരായണ ഗുരു തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും എങ്ങനെ ഒരു മാധ്യമ പ്രവർത്തകൻ പെരുമാറരുത് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ഇൻ്റർവ്യൂ ഒരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു. ഗുരു പറഞ്ഞതിൽ നിന്നും ഒരുപാട് ഉപ്പുമുളകും ചേർത്ത് പ്രസിദ്ധീകരിച്ചൊരു ഇൻ്റർവ്യൂ വന്നിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ പക്ഷേ അദ്ദേഹം ഒരിടത്ത് ഗുരു പറയുന്നൊരു കാര്യമുണ്ട്, എങ്ങനെ ചെയ്യാം. ഗുരു ഗാന്ധിജിയോട് ഈ കാര്യം പറയുന്നുണ്ട്. ഗുരു എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ഈ സമരത്തിൻ്റെ രീതി മുന്നോട്ട് കൊണ്ടുപോകാൻ എന്താണ് ചെയ്യേണ്ടത്, കീഴാളരെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ത് ചെയ്യണം എന്ന് ഗാന്ധിജി ചോദിക്കുമ്പോൾ ഗുരു പറയുന്ന ഒറ്റ കാര്യമുണ്ട്, വിദ്യ, സമ്പത്ത്, ഇത് രണ്ടും നൽകണം. ഇപ്പോൾ അന്ന് ഞാൻ കൗതുകമെന്ന് പറഞ്ഞത്, ഈയിടെയുണ്ടായ വിവാദങ്ങളിലൊന്നിൽ കേരളത്തിലെ ഒരു മന്ത്രി ചോദിക്കുന്നു, എൻ്റെ കയ്യിലെ പണത്തിന് അയിത്തമില്ല, എനിക്ക് അയിത്തമുണ്ട് എന്ന് പറയുന്നു. അതിന് ആ വിധത്തിലുള്ള കേരളത്തിൻ്റെ നൂറ്റാണ്ട് പിന്നിടുന്ന പരിണാമത്തെ പറ്റിക്കൂടി താങ്കൾ പറഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും ഇവർക്ക് ചോദ്യങ്ങൾ ഒരുപാടുണ്ടാവും. ഓക്കെ, വിദ്യ, സമ്പത്ത് അത് വേണമെന്നുള്ള ഗുരുവിൻ്റെ വാക്യം അച്ചിട്ടതുപോലെ ഇപ്പോഴും നമ്മളെ പിന്തുടരുന്നുണ്ട്. ഇപ്പോഴും ആവശ്യം വിദ്യയും സമ്പത്തുമാണ്. സമ്പത്ത് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. വിദ്യ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലെന്ന് അതിനർത്ഥമുണ്ട്. സമ്പത്തും വേണം, വിദ്യയും വേണം. എങ്കിൽ മാത്രമേ നമുക്കൊരു പെനട്രേറ്റീവ് പവർ കിട്ടത്തുള്ളൂ.
ഈ ജാതി എന്ന് പറയുന്നത് ഒരു ജഡാവസ്ഥയാണ്, നിശ്ചലാവസ്ഥയാണ്. അതിൽ നിന്നും പെനട്രേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പണവും വേണം, ജ്ഞാനവും വേണം. ഇത് രണ്ടും വേണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ വാക്യം വളരെ ഇതാണ്. ഇവിടുത്തെ മന്ത്രി ആരാ അത് പറഞ്ഞെന്നെനിക്ക്. മന്ത്രി എന്തായാലും കാര്യങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുമെന്നേ ഞാൻ പറയത്തുള്ളൂ. എൻ്റെ ഈ പണത്തിന് അയിത്തയില്ല, പക്ഷേ എനിക്ക് അയിത്തമുണ്ടെന്ന് മന്ത്രി തെറ്റിദ്ധരിക്കുന്നത്. അങ്ങനല്ല എൻ്റെ കാര്യം. പണത്തിന് മന്ത്രിയുടെ നല്ല ആരുടെയും കാര്യത്തിൽ അയിത്തൊന്നുമില്ല. അതിന് കേരളത്തിലെ നമ്പൂതിരിമാർ, ഈ പറഞ്ഞ ആഠ്യന്മാർ കണ്ടുപിടിച്ചൊരു മാർഗമുണ്ട്. അമ്പലത്തിൻ്റെ നടയെ കൊണ്ട് ഈഴവനോ പുലയനോ പറയനോ നാണയം കൊണ്ട് വെച്ചിട്ട് പോയാൽ ഒരു ക്രിസ്ത്യാനി തൊട്ടാൽ അത് ശുദ്ധമായെന്ന് നമ്മളെ കൊണ്ട് വിഡ്ഢിവേഷം കെട്ടിച്ചൊരു സമുദായമാണ് ഈ നമ്പൂതിരിമാർ നമ്മൾ മനസ്സിലാക്കിക്കോണം. എന്നിട്ട് ആൾക്കാരെ, ക്രിസ്ത്യാനികളെ കൊണ്ടുവന്ന് താമസിപ്പിക്കുക അമ്പലത്തിൻ്റെ മുറ്റത്ത് തൊട്ടടുത്ത്. എന്തിന്? തൊടാൻ. ഈ ആൾക്കാർ കൊണ്ടുവന്ന് പൈസ വെക്കില്ല, പേടിച്ചല്ലേ ജീവിക്കുന്നത്. വൈക്കം സത്യാഗ്രഹത്തിന് ശേഷം വൈക്കം തുറന്നു കൊടുത്തിട്ട് 10 കൊല്ലത്തിന് ശേഷമാണ് ഈഴവനും പുലയനും ഒക്കെ അതിനകത്തേക്ക് കയറാൻ തുടങ്ങിയത്. അതിൻ്റെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു, അകത്ത് കയറിയാൽ ശിവൻ തൃക്കണ്ണ് തുറക്കും, നീയൊക്കെ നശിച്ചു പോകുമെന്ന് പറഞ്ഞു. പേടിച്ചു പോയി, ഒരാളും കയറിയില്ല. ഇത് ദൈവത്തോടുള്ള കളിയാണ്. അതാണ് അതിൻ്റെ ഒരു പ്രധാന കാര്യം. അപ്പോൾ ഇദ്ദേഹം ചോദിച്ച ഈ സംഭവത്തിൽ ഈ പറയുന്ന സമ്പത്ത് വിദ്യ എന്ന് പറയുന്നത് വളരെ പ്രധാനം. ഞാൻ പറയാൻ ആഗ്രഹിച്ചു, ഏറ്റവും അവസാനം കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിച്ചു ഒറ്റ കാര്യമുള്ളൂ. വൈക്കത്ത് നടന്നൊരു കാര്യം, കീഴാള സമുദായങ്ങൾ അവരുടെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭം നടത്തുന്നു, അതിന് നേതൃത്വം കൊടുക്കുന്നു. 603 ദിവസം നീണ്ടു നിൽക്കുന്നു. അത് ഒരു പരിധിവരെ വിജയിച്ചതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന വിധം അമിക്കബിളായൊരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കി. പക്ഷേ നമ്പൂതിരിമാരുടെ അയിത്തം പാലിക്കാനുള്ള അവകാശം നിലനിർത്തിക്കോളാം. അവർക്ക് വേറെ വഴിയൊക്കെ വെട്ടി വേറെ അങ്ങനെ കുറേ കച്ചേരി അവിടെ നടക്കുന്നുണ്ട്. ഇത് ഈ പൂജയ്ക്ക് പോകുന്ന നമ്പൂരി ഒരിക്കലും അയിത്തത്തിന് വിധേയരാകാതിരിക്കാൻ വേറെ വഴി വെട്ടിയിട്ടാണ് എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് വെറുതെ എന്നാൽ തുറന്നു കൊടുത്തു അന്ന് എല്ലാവരും പൊക്കോട്ടെ എന്ന് പറഞ്ഞൊന്നുമല്ല. അതൊരു കാര്യം. പക്ഷെ ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ട പാഠം, വൈക്കത്ത് PK ഇവിടെ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു, വൈക്കത്ത് കാര്യങ്ങളും വഷളാവുകയെന്ന് നമുക്ക് തോന്നാം. എന്തുകൊണ്ടെന്നാൽ വൈക്കത്ത് നിന്ന് ജാതി പോയിട്ടില്ല എന്നത് വൈക്കംകാരുടെ കുറ്റമൊന്നുമല്ല, കേരളത്തിൻ്റെ ഒരു സ്ഥലത്തു നിന്നും ജാതി പോയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സംഘടിത സമുദായങ്ങൾ മനുഷ്യാവകാശത്തിന് വേണ്ടി പൊരുതുമ്പോൾ ജാതിയെ ദുർബലപ്പെടുത്തുവാനുള്ള ഒരു അജണ്ട അവർക്കുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് നമ്മളിപ്പോൾ ചോദിക്കേണ്ടത്. വെറുതെ ജാതികൾ സംഘടിച്ചാൽ പോരാ, സമുദായങ്ങൾ സംഘടിച്ചാൽ പോരാ. അവരുടെ നിശ്ചയദാർഢ്യം അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് ആയിരിക്കണം. അതില്ലായിരുന്നത് കൊണ്ട് സംഭവിച്ചതെന്നാ, ഇപ്പോൾ വൈക്കത്ത് നായർ വിളക്കെടുക്കുന്നു, നായർ വാഴക്കൊല കൊണ്ടുവരും. വാഴക്കൊല പുറപ്പാടെന്ന് പറയുന്ന സംഭവം നായന്മാർക്കേ അവകാശമുള്ളൂ. അപ്പോൾ അവിടെയുള്ള പുലയരും SNDPക്കാരും വാലന്മാരും കൂടി ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്കും കൂടി കൊലപ്പുറപ്പാട്, നിങ്ങൾ കൊലപ്പുറപ്പാടൊന്നും വേണ്ട, നിങ്ങൾ വേണം താലെടുത്തോളാൻ മതി. എന്നാൽ ഞങ്ങൾ താലെടുത്തോളാം. പിന്നെ ഇപ്പോൾ മത്സരമാണ്, താല മത്സരം. ഓരോ ജാതിയും താലത്തിന് വേണ്ടി മത്സരിക്കുന്ന ഏറ്റവും ജുഗുപ്സാവഹമായ കാഴ്ചയ്ക്കാണ് വൈക്കം സാക്ഷ്യം വഹിക്കുന്നത്. ഇതിൻ്റെ കാരണം ഞാൻ പറയുന്ന ഒരേ ഒരു കാരണം, ഇവർക്കാർക്കും ജാതി പോകണമെന്ന് ആഗ്രഹമില്ല. എനിക്ക് നീതി കിട്ടിയാൽ മതി. അടുക്കള എൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് പോലും നീതി പോകരുതെന്ന് വിചാരിക്കുന്ന മാന്യന്മാരുള്ള സ്ഥലമാണ് കേരളം. ഇതാണ് അതിൻ്റെ അവസ്ഥ. ഓക്കെ. പഴയ വൈക്കം സത്യാഗ്രഹ കാലത്ത് കൊച്ചി എന്ന പ്രദേശത്ത് നിന്ന് വരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ താങ്കൾ പറഞ്ഞത് ഞങ്ങളുടെ നാട്ടിലൊരു പാട്ട് തന്നെ ഉണ്ടായിരുന്നു. അത് ഏതാണ്ട് ഈ വിധത്തിലായിരുന്നു: പൂജാതി വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസ് തൊട്ടാൽ അത് ശുദ്ധമാകും എന്നായിരുന്നു. ചോദ്യങ്ങൾ എല്ലാവരിലേക്കും. സർ, ഞാനിപ്പോൾ 5ാം ക്ലാസ്സിലാണ്. ഞാൻ 3 പഠിക്കുമ്പോൾ മുതൽ ഞാനൊരു ഫ്രണ്ടിനെ പരിചയപ്പെടുമ്പോൾ ആ ഫ്രണ്ട് ആദ്യം ചോദിക്കും പേരെന്താന്ന്. ഞാൻ പറയും മിന്ന രഞ്ജിത്ത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവും ഹിന്ദുവോ ക്രിസ്ത്യനോ ആയിരിക്കും, മുസ്ലിം അല്ല എന്ന് അതിൽ നിന്ന് മനസ്സിലാവും. അപ്പം കൺഫ്യൂസ്ഡ് ആയിട്ട് വയ്ക്കും. എന്നിട്ട് ചോദിക്കും മതം ഏതാ. അപ്പം ഞാൻ പറയും. അപ്പം നമ്മൾ കുട്ടികളെ പോലും ഈ ആദ്യം നമ്മൾ പരിചയപ്പെടുമ്പം ചോദിക്കുന്നത് മതം ഏതാണെന്നാണ്. കുട്ടികളിൽ പേരൻസ് ഇങ്ങനെ മതം അടിച്ചേൽപ്പിക്കുന്നത് ശരിയാണോ സാർ എന്ന് പറയുമോ? എന്നാലും മോളത് ഇവിടെ പറഞ്ഞത് വളരെ സുന്ദരമായ ഒരു കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ആദ്യം മോളെ അഭിനന്ദിക്കുന്നു. അപ്പോൾ അതിനകത്തുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ചോദിക്കാതെ മനസ്സിലാക്കുന്ന വീരന്മാരുള്ള സ്ഥലമാണ് നമ്മുടെ അങ്കിൾമാരൊക്കെ. മോൾ അങ്ങനെ മനസ്സിലാക്കരുത്. ഇതൊന്നും ചോദിച്ചില്ലല്ലോ അവർക്ക് മനസ്സിലാവും എന്താണെന്ന്. അപ്പോൾ എവിടെയാ സ്ഥലം? ഇന്ന സ്ഥലത്ത്. അപ്പോൾ എവിടെ ഇന്നയാളെ അറിയുമോ?
അയാളെ അറിയുമോ അറിയില്ലയോ, അടുപ്പമുണ്ടോ ഇല്ലയോ എന്ന ഒറ്റ കാര്യം കൊണ്ട് ജാതി ഏതാണെന്ന് തിരിച്ചറിയും. ഇതാണ് സംഭവം. അത്ര വലിയ ഗവേഷകരാണ് നമ്മുടെ മുന്നിലുള്ളത്. മോള് ശ്രദ്ധിക്കണം. നമുക്ക് ഏത് മതത്തിലും വിശ്വസിക്കാം, ജീവിക്കാം, അതിനുള്ള അവകാശം നമുക്കുണ്ട്. അത് നമ്മളോട് ചോദിക്കുന്ന എന്തിനാണെന്നറിയാമോ മോൾക്ക്? അതനുസരിച്ച് മോളോടൊരു പെരുമാറ്റം എടുക്കാനാണ്. അതെൻ്റെ അടുത്ത് വേണ്ടെന്നങ്ങ് പറഞ്ഞേക്ക് കേട്ടോ. ഹലോ, നമസ്കാരം. ഞാൻ ഈ മോഡറേറ്ററോട് തന്നെയാണ് അദ്ദേഹം സംസാരിച്ച കൂട്ടത്തിൽ ഗുരുദേവൻ പറഞ്ഞു, ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചതെന്ന് പറഞ്ഞു. അദ്ദേഹം ഗുരുദേവനെ പഠിക്കാത്തതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു, നാം നമ്മുടെ ശിവനെയാണ്. അതെ അതെ. നിങ്ങൾ ബ്രാഹ്മണൻ്റെ ശിവനെ വെച്ചിരിക്കും. നമ്മുടേതെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കൂടെ ശിവനെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ബ്രാഹ്മണൻ്റെ ശിവന്മാരാണ് നിങ്ങൾ വയ്ക്കുന്നത്. ഒരു പ്രശ്നമുണ്ട്. ഗുരുദേവൻ പറഞ്ഞു ഇങ്ങനെ മതിൽ ചാടണമെന്ന് പറഞ്ഞില്ലേ, നിങ്ങളെന്തിനാ പുറത്ത് നിൽക്കുന്നത്? നിങ്ങൾക്ക് ക്ഷേത്രമായി കൂടെ എന്ന് പറഞ്ഞത്. നമ്മുടേതാണ് ദൈവം, നമ്മുടേതാണ് ക്ഷേത്രം, നമ്മളാണെല്ലാം. അത് ബ്രാഹ്മണനാണ്, അവരൊരു കൊച്ചു ഗ്രൂപ്പാണ്. ഇങ്ങനെ തിരിച്ചറിവ് എന്നുണ്ടാവുന്നു അന്ന് നമ്മൾ മാറൂ. അത് നിങ്ങൾ മാതൃഭൂമിക്ക് ഒരു അജണ്ടയുണ്ടോ എന്നാണ് താങ്കളുടെ ഈ ചോദ്യത്തിൽ, താങ്കളുടെ ഈ വർത്തമാനത്തിൽ എനിക്ക് തോന്നുന്നത്. ആദ്യം അങ്ങ് പറഞ്ഞ കാര്യത്തിൽ അങ്ങ് പറഞ്ഞാണ് ശരി. ഞാനത് നമ്മുടെ ശിവനെയാണ് സ്ഥാപിച്ചത് എന്ന് ഗുരു പറയുന്നുണ്ട്. ഗുരു അതിനുശേഷം കണ്ണാടി പ്രതിഷ്ഠയിലേക്ക് പോകുന്നുണ്ട്. ആ വിധത്തിൽ എനിക്ക് പറ്റിയ തെറ്റിനെ ഞാൻ തിരുത്തുന്നു. പിന്നീട് നേരത്തെ അങ്ങ് പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നേരത്തെ അദ്ദേഹം പറഞ്ഞതിൻ്റെ തുടർച്ചയാണ്. ഇത് വൈക്കം സത്യാഗ്രഹം കഴിഞ്ഞ് സമരമൊക്കെ മാറിയതിന് ശേഷം ഈ പൊതുവഴിയുടെ ഒരു ഭാഗം കൂടി മതിൽ അതിനും അപ്പുറത്തേക്ക് കെട്ടുമ്പോഴാണ് കേളപ്പൻ പറയുന്നത്, ദാ അയിത്തത്തെ നമ്മളിപ്പോൾ മതിൽക്കെട്ടിനകത്താക്കി എന്ന് പറയുന്നത്. സാറേ, ഇതിനകത്ത് കക്കാട് പറയാൻ അദ്ദേഹം സണ്ണി പറയുന്നതിനകത്തുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ക്ഷേത്രങ്ങൾ നമ്മുടേതാണെങ്കിൽ ഈ പറഞ്ഞ പിന്നോക്ക വിഭാഗത്തിൻ്റെയും ഭൂരിപക്ഷത്തിൻ്റെതായ ദൈവങ്ങൾ മാറിയാൽ അതിലേക്ക് സമ്പത്തൊഴുകും. ആ സമ്പത്തൊഴുകുമ്പോൾ ബ്രാഹ്മണൻ്റേതായ ചെറിയ ക്ഷേത്രങ്ങൾ ഒറ്റപ്പെടും. ഈ ഒറ്റപ്പെടൽ കണ്ടുകൊണ്ട് സമ്പത്ത് ഒറ്റപ്പെടും, സമ്പത്ത് കിട്ടാതെ വരുമെന്ന് കണ്ടുകൊണ്ട് ഉണ്ടാക്കിയ ഒരു തലയല്ലേ ആ സമരത്തിന്. അദ്ദേഹത്തിൻ്റെ വർത്തമാനങ്ങൾക്കിടയിൽ അതുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. ക്ഷേത്രങ്ങളിൽ പിന്നോക്കക്കാർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അദ്ദേഹം മറുപടി പറയുന്നത് ഞാൻ കരുതുന്നു. ശരിക്ക് നമ്മൾ ഈ ഇവിടെ നിന്നുകൊണ്ട് പഴയ കാര്യത്തെ ആലോചിച്ച് അതിനകത്തെ കുയുക്തികളും യുക്തികളും കണ്ടെത്തുന്നതുകൊണ്ടാണ് കൂടുതൽ പ്രശ്നം. ഞാനത് പറഞ്ഞു, അന്നത്തെ കാലമാണ് എന്നുള്ളത്. ഇന്നെന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? അതിനെപ്പറ്റി എന്താ ഒന്നും മിണ്ടാത്തത്, ഒന്നും ആലോചിക്കാത്ത എന്താ? അത് മാത്രം മതി, അത് മാത്രം. ഞാൻ കൂടുതൽ അതിൻ്റെ വെച്ചാൽ വിഷയം മാറിപ്പോവും. അതുകൊണ്ടാണ് നമ്മളങ്ങനെ നമ്മളിലേക്ക് തന്നെ നോക്കണം. എങ്ങനെയാണ് നമ്മളും പരിഷ്കരണത്തിന് വിധേയരായോ? നമ്മളും യുക്തിഭദ്രമായ ഒരു ജീവിതത്തിലേക്ക് വരുവാണോ എന്നുള്ളത് നോക്കണ്ടേ? ഈ സമൂഹത്തെയും അങ്ങനെ തന്നെ കാണേണ്ടതില്ലേ? രാഷ്ട്രത്തെ കാണണ്ടേ? അങ്ങനെയല്ല. അങ്ങനെ അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. നവോത്ഥാന പ്രസ്ഥാനമൊക്കെ മുമ്പോട്ട് വെച്ച് ഞാൻ സണ്ണി പറഞ്ഞ കാര്യത്തോട് യോജിക്കാൻ എന്താ പറയുക, നവോത്ഥാന പ്രസ്ഥാനം അന്നത്തെ ആ വിചാര ജീവിതം ഉണ്ടാക്കിയിട്ടുള്ള പരിവർത്തനം വളരെ വലുതായിരുന്നു. പക്ഷേ അതിൻ്റെ ഫലം എന്ന് പറയുന്നുണ്ടല്ലോ, ഒന്ന് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തി, ജനാധിപത്യ ബോധത്തെ ശക്തിപ്പെടുത്തി എന്നുള്ളതും, പിന്നെ കീഴാളർ എന്ന് പറഞ്ഞ തൊഴിലാളികളെ സംഘടിതമായി വരാനുള്ള ബോധവും ഉണ്ടായി എന്നത് നവോത്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ഇതാണ്. അല്ലാതെ ക്ഷേത്രം തുറന്നു കൊടുത്തു മറ്റു കാര്യങ്ങളൊന്നും മാത്രമല്ല. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സംഭവിച്ച അപജയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ ഇതിനെല്ലാം പരിശോധിക്കേണ്ടത് എന്നുള്ളതാണ്. നമ്മളെ തന്നെ ഒന്ന് നോക്കേണ്ടതുണ്ട്, എവിടെയാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളത്. അതാണ് ഇപ്പം സാറ് പറഞ്ഞല്ലോ, ഈ അൻഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്നുള്ള ഒരു ഫോക്കസിലേക്ക് എത്തിയാൽ മാത്രമാണല്ലോ ഇതൊക്കെ ഒരു പൂർണ്ണതയുള്ളൂ, അല്ലെങ്കിൽ ആരെങ്കിലും എത്തുന്നതുകൊണ്ട് ചോദ്യം ചോദിച്ചല്ലോ. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ജാതിയെ എൻഷൈൻ ചെയ്തേക്കുവാണ്, അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുവാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ജാതി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുമ്പോൾ പിന്നെ നമ്മൾ അൻഹിലേഷൻ ഓഫ് കാസ്റ്റിനെ കുറിച്ച് നിരന്തരം ചോദിക്കുന്നുള്ള വൈരുദ്ധ്യമില്ലേ? ജാതി പോകണ്ടെന്ന് ഭരണഘടന തീരുമാനിച്ചാൽ പിന്നെ പോകണമെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളതെന്നൊരു ചോദ്യം വരുന്നുണ്ടല്ലോ അവിടെ. ഈ ഭരണഘടനയിലൂടെ ജാതി പോകണ്ടെന്ന് പറയണം. അല്ല, സാമുദായ അടിസ്ഥാനത്തിൽ സംവരണം വേണമെന്നും
ഇല്ല ഞാൻ അത് അങ്ങനെ വരുമ്പോഴത്തേക്കും പിന്നെ ടു ബി ഫ്രാങ്ക്, കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിൽ ഇത് കണ്ടു, മറ്റേ പിന്നോക്കക്കാർ, ന്യൂനപക്ഷങ്ങളായ വിധവകൾക്ക് സഹായം. അപ്പോൾ ഇത്തരം ഞാൻ അതിനെ എതിർക്കുന്നൊന്നുമില്ല. പക്ഷേ നിങ്ങളെപ്പോൾ സെഗ്രഗേഷൻ സൃഷ്ടിക്കുന്നുവോ, ഡെമോക്രസിയുടെ പ്രശ്നം വെച്ചാൽ സെഗ്രഗേഷൻ എവിടെ സൃഷ്ടിക്കുന്നുവോ അത് പിന്നെ എക്സിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമോ കൂടി. സംവരണം കൊടുക്കുന്നതാണ് സെഗ്രിഗേഷനെ നിലനിർത്തുന്നൊരു കാര്യമാണ് എന്നാണോ പറയുന്നത്? അല്ല, അത് കൊടുത്തില്ല എങ്കിൽ വ്യക്തമായി പറയണം ആ എന്താണ് സെഗ്രഗേഷനെ നിലനിർത്തുന്ന ഒരു ഘടകം സംവരണം തന്നെ. ഓക്കെ. അപ്പോൾ ഭരണഘടനയിൽ സമുദായം, ജാതി നിലനിൽക്കണമെന്ന് പറയുന്നതായിട്ട് എനിക്ക് അറിയില്ല. അദ്ദേഹം പറഞ്ഞതിന് പ്രകാരം റിസർവേഷനാണ് അതിൻ്റെ ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചത്. 16-ാം വകുപ്പിൽ പറയുന്നൊരു സംഗതിയാണ് അദ്ദേഹം നമുക്ക് പ്രത്യേകമായി പറയുന്നത്. അതിൽ പറയുന്നൊരു കാര്യം, സ്റ്റേറ്റിനകത്ത് ഏതെങ്കിലും വിഭാഗത്തിന് മതിയായ പ്രാതിനിധ്യമില്ലെന്ന് ബോധ്യപ്പെട്ടാൽ അവരുടെ പ്രാതിനിധ്യം ഉറപ്പ് ചെയ്യുന്ന നിയമനിർമ്മാണം നടത്താൻ സ്റ്റേറ്റിന് അധികാരമുണ്ടായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മതിയായ റെപ്രസെൻറ്റേഷൻ ഇല്ലാതെ പോകുന്നത് എന്ന് ചോദിച്ചാൽ, ദാറ്റ് ഈസ് വാട്ട് ഈസ് കാസ്റ്റ്. അതാണ് ജാതി എന്ന് പറയുന്നൊരു കാര്യം. ഇന്ത്യക്കകത്തെ വിവേചനത്തിൻ്റെ കേന്ദ്ര ശക്തി ജാതിയാണ്. അത് നമ്മൾ സമ്മതിച്ചാലേ ഡിസ്കഷൻ മുന്നോട്ട് പോകത്തുള്ളൂ. ഇതിനകത്ത് പണമില്ല എന്നതിൻ്റെ പേരിൽ ബഹിഷ്കരിക്കപ്പെടുന്ന ഒരു ഇന്ത്യക്കാരനെ നിങ്ങൾ കാണിച്ചു തരൂ. പക്ഷേ കീഴ്ജാതിക്കാരനാണെന്ന് പറഞ്ഞ് ബഹിഷ്കരിക്കുന്ന 10,000-ങ്ങളെ ഞാൻ അണിനിരത്താം ഈ തിരുവനന്തപുരം നഗരത്തിൽ. നിങ്ങൾക്കൊരാളെ കാണിച്ചു തരാൻ പറ്റില്ലെന്നേ, പണമില്ലാത്തതിൻ്റെ പേരിൽ അപമാനിക്കപ്പെട്ട ഒരാളെ അവസര നഷ്ടം കാണിക്കാൻ പറ്റും, പക്ഷേ നിങ്ങൾക്ക് അപമാനിച്ചതിൻ്റെ നഷ്ടം കാണിക്കാൻ പറ്റില്ല. എനിക്ക് കാണിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, പാരസെറ്റമോൾ കഴിക്കുന്നതുകൊണ്ടാണ് പനി ഉണ്ടാകുന്നത് നിങ്ങൾ പറയരുത്. അതല്ല, പനി ഉള്ളത് കൊണ്ടാണ് മനുഷ്യൻ പാരസെറ്റമോൾ കഴിക്കുന്നത്. മനസ്സിലാക്കേണ്ട കാര്യം അത്. അതായത് ജാതി വിവേചനവും പുറത്താക്കലും സെഗ്രിഗേഷനും ഇവിടെ നിലനിൽക്കുമ്പോൾ ഒരു സ്റ്റേറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഇതൊരു രാഷ്ട്രമാണ്, ഡെമോക്രാറ്റിക് സ്റ്റേറ്റ്. ആ ഡെമോക്രാറ്റിക് സ്റ്റേറ്റിന് എല്ലാ പൗരന്മാർക്കും തുല്യത കൊടുത്തേ പറ്റൂ. ആരെയെങ്കിലും കസ്റ്റമറി ലോയുടെ അടിസ്ഥാനത്തിൽ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ സ്റ്റേറ്റിന് കസ്റ്റമറി ലോയോടല്ല ബാധ്യത, ഡെമോക്രസി പ്രിൻസിപ്പിളിനോടാണ്. അതുകൊണ്ട് കസ്റ്റമറി ലോയെ നിയമപരമായി തടഞ്ഞു നിർത്തി ആ പൗരനെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസമാണ് റിസർവേഷൻ. അല്ലാതെ വിചാരിക്കുന്ന പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന കലാപരിപാടിയൊന്നുമല്ല. അതുകൊണ്ട് അത് ആ ഒരു വിമർശനം പിന്നോക്കമായൊരു വ്യക്തി പിന്നോക്കമാണെന്ന് ആരാ തീരുമാനിക്കുന്നത്? പിന്നോക്കമാണെന്ന് ആരാ തീരുമാനിക്കുന്നത്? സ്റ്റേറ്റ് ആണല്ലോ തീരുമാനിക്കുന്നത്. ആ സ്റ്റേറ്റ് തന്നെ തീരുമാനിക്കണം മുന്നോക്കമാണോ അല്ലയോ എന്ന്. അതിനൊരു മാനദണ്ഡം വെക്കുന്നേ. പണം ഞാൻ പറയട്ടെ ഓക്കെ, താങ്കൾ പറയുന്നത് യുക്തിഭദ്രമായി ശരിയാണ്. പിന്നോക്കമാണെന്ന് ഒരാളെ നമ്മൾ കണ്ടെത്തുന്നു, അവർക്ക് കൊടുക്കുന്നു. ഒരാൾക്കല്ല, ഒരു വിഭാഗത്തിന് കൊടുക്കുന്നു. അവർ മുന്നോക്കമാണെന്ന് കണ്ടെത്തിയാൽ കൊടുക്കണ്ട, പക്ഷെ കണ്ടെത്തണം. നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? പണം നേടി എന്ന ഒറ്റ കാരണത്താൽ ജാതീയമായ സ്റ്റാറ്റസ് മാറ്റിയ ഒരാളെ നിങ്ങൾ കാണിച്ചു തരാൻ ഇന്ത്യക്കകത്ത്. ഒരാളെ, ഞാൻ അത്രേ പറയുന്നുള്ളൂ, ഒരാളെ കാണിച്ചാൽ മതി, ഞാൻ സമ്മതിക്കാം. നോ, അങ്ങനെ ഇല്ല സുഹൃത്തെ. ഞാൻ പറഞ്ഞോണ്ട് അങ്ങനെ ഇല്ല. നമ്മളത് വസ്തുതാപരമായി മനസ്സിലാക്കണം. ഈ പറയുന്ന നമ്മുടെ ഉപപ്രധാനമന്ത്രി ജഗജീവൻ റാം ഒരു പ്രാവശ്യം ഇൻകം ടാക്സ് കൊടുത്തപ്പോൾ മറന്നുപോയി. എത്രയാണെന്നറിയാം? 25 ലക്ഷം രൂപ ഇൻകം ടാക്സ് മാത്രം മറന്നുപോയെന്ന്. എന്നെ അടയ്ക്കായിരുന്നു ചോദിച്ചു, മറന്നുപോയെന്ന് പറഞ്ഞു. അത്രയും പണക്കാരനായിരുന്നു അയാളൊരു പ്രതിമാനാച്ഛാദനം ചെയ്തിട്ട് വാരണാസിയിൽ നിന്ന് വിമാനത്തിൽ ഡൽഹിയിലെത്തുന്നതിന് മുമ്പ് അവിടെ ശുദ്ധികലശം നടന്നു. എന്നാ പണം? എന്ത് പണത്തിൻ്റെ കാര്യമാണ് നീ പറയുന്നത്? ഒന്നുമില്ല. കാസ്റ്റ് നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് മാറ്റാവുന്നൊരു കാര്യമാണ്. അതാണ് ഞാനിപ്പോഴും പറയുന്നത്. സമൂഹത്തിലെ എൻ്റയർ ബീയിങ്സ് ഒരുമിച്ച് നിന്ന് ഇല്ലാതാക്കേണ്ട ഒരു സാമൂഹിക ബോധ്യമാണ് ജാതി. അത് ഇല്ലാതായാൽ നമുക്ക് ഈ റിസർവേഷൻ തന്നെ വേണമെന്ന് നോക്കാം. ദളിതർക്കെന്നല്ല, ആർക്കും കൊടുക്കും. ഒരു സ്പൂൺ കൊണ്ട് ഇതിഹാസങ്ങളെ അളക്കാൻ പോവുക എന്ന് പറയുന്നത് പോലെയാണ് 1 മണിക്കൂർ കൊണ്ട് വൈക്കം സത്യാഗ്രഹത്തിൻ്റെയും അതിൻ്റെ അനന്തരഫലങ്ങളെയും ചർച്ച ചെയ്യുക എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ പരിമിതികളുണ്ട്. നമ്മൾ പറയാതെ പോയതാണ് കൂടുതൽ കാര്യങ്ങൾ. പക്ഷേ അവസാനം സണ്ണി എം കപ്പിക്കാട് നിർത്തിയ കാര്യമാണ് 1924 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന അന്ന് മാതൃഭൂമി പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിലുണ്ടായിരുന്നത്. അയിത്തം
ഈ രാജ്യത്ത് നിന്ന് പൂർണ്ണമായും മാറ്റേണ്ടതാണ്. അതിന് നമുക്ക് എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ശ്രമിക്കണം. നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുന്നത് എല്ലാവർക്കും ഒന്നിച്ചിരിക്കാൻ പറ്റിയത് വൈക്കം സത്യാഗ്രഹം കൊണ്ടാണ് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ആ യാത്രയിൽ ഒരു ചവിട്ടുപടിയായിരുന്നു തീർച്ചയായും വൈക്കം സത്യാഗ്രഹം. ഓരോരോ ഓർമ്മപ്പെടുത്തലുകളാണല്ലോ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. താങ്ക്സ് എല്ലാവർക്കും.